സഭയിലെ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും. ഇവിടെ സംസാരിച്ചവരെല്ലാവരും പറഞ്ഞ ഒരു കാര്യം സഭയിൽ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളതാണ്. അത് ശരിയായിരിക്കുന്ന ഒരു നിരീക്ഷണമാണ്. എന്നാൽ സഭ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഭയെക്കുറിച്ച് അല്ലെങ്കിൽ സഭ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഒരു സഭ വിശ്വാസികളുടെ ആത്മീകമായ വളർച്ചയ്ക്കും കൂട്ടായ്മയ്ക്കുമായി ദൈവം ക്രമീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെട്ട് നാം ക്രിസ്തു എന്ന തലയോളം വളരണം എന്ന ആഗ്രഹത്തിലും ഉദ്ദേശത്തിലുമാണ് കർത്താവ് തദ്ദേശീയ സഭകളെ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. സഭയെ സംബന്ധിച്ചുള്ള ലക്ഷ്യം അതാണ്. എല്ലാ വിശ്വാസികളും ആത്മീകമായി വളർന്ന് യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവിൻ്റെ അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്നു. അതിനുള്ള ദൈവികമായ ഒരു സംവിധാനമാണ്, ഒരു ക്രമീകരണമാണ് യഥാർത്ഥത്തിൽ സഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ, ഘടകങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഫലപ്രദമായ നിലയിൽ നാം പ്രയോജനപ്പെടുത്തുമെങ്കിൽ നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി നമ്മുടെ കർത്താവിനെ പോലെ വളരാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് നമുക്ക് പുരോഗമിക്കാനായിട്ട് സാധിക്കും. വ്യക്തിപരമായിട്ടുള്ള ആ രൂപാന്തരം നടക്കുന്ന വിശ്വാസികളുടെ സമൂഹമാണല്ലോ സഭയെന്ന് പറയുന്നത്. അപ്പോൾ ആ സഭയ്ക്കും യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ പോലെ വളർന്ന് വലുതാകാനായിട്ട് സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെയാണ് സഭയിൽ ദൈവം വച്ചിരിക്കുന്നതെങ്കിലും ഈ സഭ എന്ന് പറയുന്നത് മനുഷ്യരുടെ സമൂഹമാണ് എന്ന് നമുക്കറിയാം. മനുഷ്യർ കൂടുന്നിടത്തെല്ലാം പൊതുവെ പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ഞാൻ അപവാദമല്ല, നിങ്ങളാരും അപവാദമല്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളെല്ലാവരും മനുഷ്യരായിരിക്കുന്നത് കൊണ്ട് പല തരത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നമ്മളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരും. നമ്മൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടും വരും. അത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും സഭയുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ സത്യമാണ്. നേരത്തെ സഹോദരന്മാർ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാത്തതായ ഒരു സഭയും ഭൂമിയിലില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് സഭയുടെ ചരിത്രം വെളിപ്പെടുത്തുന്നത്. കർത്താവ് തന്നെ പറഞ്ഞൊരു വാക്യം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം എന്നാണ് പറയുന്നത്, അല്ലേ? ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. പിന്നെ തുടർന്ന് പറഞ്ഞു, ആര് മുഖാന്തരം ഇടർച്ച വരുത്തുന്നുവോ അവന് കഷ്ടം. അപ്പോൾ ഇടർച്ചകൾ എന്തു ചെയ്യും? വരും. അത് സ്വാഭാവികമാണ്. അത് ഈ വീണുപോയ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു നാള് സമീപസ്ഥമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും അന്യോന്യമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഈ ഭൂമിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളെ ദൈവത്തിൻ്റെ വചനം തള്ളിക്കളഞ്ഞിട്ടില്ല. പ്രശ്നങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നതേ ഉള്ളൂ. ചില പ്രശ്നങ്ങൾ വളരെ ചെറിയ പ്രശ്നങ്ങളാണ്, പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാൻ വലിയ പ്രയാസമില്ല. അതിൻ്റെ അടിസ്ഥാന കാര്യം കണ്ടെത്തുവാനും പ്രശ്നപരിഹാരം നിർണ്ണയിക്കാനും ബുദ്ധിമുട്ടില്ല. എന്നാൽ ചില പ്രശ്നങ്ങൾ അങ്ങനെയല്ല.
അത് സഭയുടെ അടിസ്ഥാനങ്ങളെ വരെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള അതിഭയങ്കരമായ കൊടുങ്കാറ്റുകൾ സഭയ്ക്കെതിരെ ചരിത്രത്തിലും വന്നിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് വിശ്വാസികളായിരിക്കുന്ന നമ്മളെല്ലാവരും നന്നായി മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്നറിയാമോ? അയ്യോ, ഈ സഭയിൽ ഞാൻ വന്ന സമയത്ത് തുടങ്ങി പലവിധ പ്രശ്നങ്ങളാണ്, പ്രശ്നമില്ലാത്തൊരു സഭയുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സഭ വിട്ട് വേറെ സഭയിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ്. പടം മേടിച്ച് പന്തളത്തി വന്നപ്പോൾ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞതുപോലെയാണ്, പ്രശ്നങ്ങളാണ്, അവിടെയും പ്രശ്നങ്ങളാണ്. പിന്നെ ഇത് എങ്ങോട്ടാണ് പോവുക? അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക. ധൈര്യമായി ഏത് പ്രശ്നങ്ങളെയും ക്രിസ്തീയമായ നിലയിൽ അതിനെ അഭിമുഖീകരിക്കാനുള്ള ആത്മീക ആരോഗ്യം സമ്പാദിക്കുക എന്നുള്ളതാണ് എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചും അതിപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാവുന്ന കാര്യം പ്രശ്നങ്ങൾ പരമാവധി വരാതിരിക്കാൻ മുൻകൂട്ടി പല പ്രതിവിധികളും നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു പ്രതിവിധിയാണല്ലോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ക്യാമ്പുകൾ. എല്ലാ ക്യാമ്പുകളിലും സ്ഥിരമായി പങ്കെടുക്കുകയും ദൈവവചനം പഠിക്കുകയും ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശ്വാസികളിൽ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞിരിക്കും. അത് ക്യാമ്പുകൾ മാത്രമല്ല, ദൈവവചന വായന, പഠനം, അതുപോലെ ബൈബിൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക, എല്ലാ സഭായോഗങ്ങളിലും പങ്കെടുക്കുക, വിശ്വാസികളുമായിട്ടുള്ള ആത്മാർത്ഥമായിരിക്കുന്ന കൂട്ടായ്മ നിലനിർത്തുക. ഇങ്ങനെയുള്ള ആത്മീകമായ വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന ആളുകൾക്ക് പ്രശ്നങ്ങൾ വന്നാലും അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തിയും ധൈര്യവും കഴിവും അതിനുള്ള കൃപയും ഒക്കെ ലഭിക്കുന്നത് വഴി പല പ്രശ്നങ്ങളെയും നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. സാധാരണ ഒരു വ്യാപകമായ രോഗം പടർന്ന് പന്തലിക്കുന്ന സമയത്ത് പ്രതിരോധ നടപടികൾ സ്വീകരിക്കും. കാരണം ആ രോഗത്തെ എങ്ങനെ പരമാവധി പ്രതിരോധിക്കാം എന്നാണ് ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രതിരോധിച്ചാലും രോഗങ്ങൾ വരാം, ചിലർക്ക് രോഗങ്ങൾ വരാം. അങ്ങനെ വരുമ്പോൾ ആ രോഗത്തെ നമുക്ക് എങ്ങനെ ചികിത്സിച്ച് പരമാവധി ഭേദമാക്കാം, അതാണ്. അപ്പോൾ ഈ പ്രതിരോധവും ചികിത്സാ നടപടികളും കൊണ്ടാണ് പല പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. സഭയെന്ന് പറഞ്ഞാൽ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് ശക്തമായ നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ്. പ്രശ്നങ്ങളെ നമുക്ക് തടയാൻ പറ്റില്ല. അത് നമ്മൾ വിചാരിക്കാത്ത ആ അതിഥിയെ പോലെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പല പ്രശ്നങ്ങളും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും വരുന്നത്, നിസാര വിഷയങ്ങളായിരിക്കും, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലിരുന്നാൽ നമുക്ക് ഈ വിഷയങ്ങളെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും വളരെ ശക്തരായിരിക്കുന്ന ആളുകളായിട്ട്, വ്യക്തികളായിട്ട് തീരാനും കുടുംബങ്ങളായിട്ട് തീരാനും സഭയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനായിട്ട് എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് വേദഭാഗങ്ങളിൽ പ്രശ്നങ്ങളും അവയുടെ പരിഹാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ധാരാളം വേദഭാഗങ്ങളുണ്ട്. ഈ വേദഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കണം, നന്നായി വായിക്കണം, ധ്യാനിക്കണം. അങ്ങനെയുള്ളൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്, ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, ഇത് വിശ്വാസികൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പുതിയ നിയമത്തിലെ 2 പ്രധാനപ്പെട്ട വേദഭാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ ഞാൻ തുടർന്നുള്ള സമയം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങളും 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളുമാണ്. ഈ 2 വേദഭാഗങ്ങളും നിങ്ങളെല്ലാവരും വായിച്ചിട്ടുള്ളവരാണ് എന്ന് ഞാൻ കരുതുന്നു. അത് വായിക്കാത്തവരാരും ഇവിടെ ഉണ്ടാകുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സമയത്തിൻ്റെ പരിമിതിയിൽ ആ വേദഭാഗങ്ങൾ വായിക്കുന്നില്ല. ആ ഭാഗത്തു നിന്നുള്ള ആ ആശയങ്ങളെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്.
മത്തായി സുവിശേഷം 18-15 വാക്യത്തിൽ അവിടെ പറയുന്നതായിരിക്കുന്ന ഈ 2 വേദഭാഗങ്ങളും വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യം, പ്രശ്നങ്ങളൊന്നും കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്, ആ വേദഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മത്തായി സുവിശേഷം 18-15 ഒരു സഹോദരൻ നിന്നോട് പിഴച്ചാൽ എന്ന് പറയുന്നുണ്ട്. എന്താണ് പിഴച്ചതെന്നുള്ള കാര്യം പറയുന്നില്ല, എന്ത് തെറ്റാണ് സംഭവിച്ചെന്നുള്ള കാര്യം പറയുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നു ഏത് തെറ്റുമാകാം. ഒരു സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ വിടവുകൾ വരുന്ന തരത്തിൽ, അകൽച്ച വരുന്ന തരത്തിൽ ഏത് വിഷയവുമാകാം. അപ്പോൾ അങ്ങനെയുള്ള ഏത് വിഷയവും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കർത്താവ് ആ വേദഭാഗത്ത് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:1 വായിക്കുന്നത്, നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് വല്ല കാര്യവും ഉണ്ടെങ്കിൽ എന്നാണ്. അപ്പോൾ വേറൊരുത്തന്, ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോട് ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടായാൽ എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത്? അപ്പോൾ പ്രശ്നം എന്താണെന്ന് കൃത്യമായി അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും, കൊരിന്ത്യ ലേഖനത്തിൽ ചില സൂചനകളൊക്കെ നമുക്ക് ലഭിക്കും. ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, വിശ്വാസികളുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ ആവശ്യമായിരിക്കുന്ന ചില പ്രമാണങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സഭകളിലൊക്കെ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? മൈക്ക് കൊടുത്താൽ ഇപ്പോൾ ഓരോരുത്തരും പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന പ്രശ്നമാണല്ലേ. പല മേഖലകളിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്നവരിൽ മിക്കവാറും ആളുകൾ. ഒന്നുകിൽ പ്രശ്നം കൈകാര്യം ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ പ്രശ്നക്കാരായി മാറിയതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിലൊരു പ്രശ്നം വന്നു ചേർന്നതായിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസിനെ അഭിമുഖീകരിച്ചിട്ടുള്ളതായിരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവരായിരിക്കുന്ന ആളുകളാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നക്കാർ പറയുന്ന പ്രശ്നമല്ല, അത് ഉദ്ദേശിച്ചല്ല. സംഘർഷങ്ങൾ ഉണ്ടാക്കുക, പ്രയാസങ്ങൾ വരുത്തുന്ന സാഹചര്യങ്ങളെയാണ് നമ്മൾ ഈ പ്രശ്നങ്ങളെന്ന് പൊതുവെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ളവരായിരിക്കുന്ന ആളുകളായിരിക്കും. സഭയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും, മിക്കവാറും ഒക്കെ സഭകളിൽ വിശ്വാസികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അതിനോടനുബന്ധിച്ച് പല തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തൊട്ട് മുമ്പ് നടന്ന സെഷനിൽ എന്നതായിരുന്നു വിഷയം? മൊബൈൽ ഫോൺ അല്ലേ. മൊബൈൽ ഫോണിനെ കുറിച്ചാണ് 3 അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ കയ്യിലുള്ള ബൈബിള് മതി, അല്ലെങ്കിൽ ഈ ബൈബിള് മതി, അല്ലെങ്കിൽ ഇത് ഏതിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. കൂടുതൽ പേര് അഭിപ്രായം പറഞ്ഞത് 2 ഉപയോഗിക്കാം എന്ന നിലയിലാണ്. 2 ഉപയോഗിക്കാം. എന്നാലും കുറേ പേര് പറഞ്ഞു, എന്താ പറഞ്ഞത്? നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിള് മാത്രം മതി. നമ്മുടെ സഭയിൽ ഈ ഒരു വിഷയം വന്നാൽ ഉണ്ടാകുന്ന വാദപ്രതിവാദങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സേവർ നന്നായിട്ട് കൈകാര്യം ചെയ്തു, മറ്റ് സഹോദരന്മാർ നല്ല ആലോചനയൊക്കെ പറഞ്ഞു, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതായിരിക്കും ഒരു വിഷയം, ആ വിഷയത്തിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. പല വിധത്തിലുള്ളതായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. പ്രായോഗിക വിഷയങ്ങളിലാണ് പൊതുവേ നമ്മുടെ ഇടയിലൊക്കെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് പല ഞായറാഴ്ചകളും സഭായോഗത്തിൽ വരുന്നതിൽ മുടക്കം വരുത്തുന്നു. അപ്പം മുടക്കം വരുത്തുമ്പോൾ നേതൃത്വത്തിലുള്ളവർ ചിലർ പോയി ചോദിക്കുന്നു. അപ്പോൾ പല ഒഴിവുകളും അദ്ദേഹം പറയുന്നു. നമുക്കത് കൃത്യമായിട്ട് ഒരു മാർഗനിർദ്ദേശം പറയാൻ ചില വിഷയങ്ങളിൽ നമുക്ക് സാധിക്കാതെ വരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ സഹോദരനോ സഹോദരി ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഭയിലുള്ള മറ്റു സഹോദരന്മാർ പറയും, സഭയിലെ മൂപ്പന്മാർ ഇതൊന്ന് ചോദിക്കേണ്ടതായിരുന്നു, അവർ ചോദിക്കാത്തതുകൊണ്ടാണ്, പറയാത്തതുകൊണ്ടാണ്, അവർ പോയി അവരെ കാണാത്തത് കൊണ്ടാണ്, സമയത്തിൽ ഇടപെടാത്തത് കൊണ്ടാണ്. അതാണ് വിശ്വാസികളുടെ ഇടയിൽ നിന്ന് ഈ ഒരു ചെറിയ വിഷയമാണ്. അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് എന്തെല്ലാം വ്യത്യാസമാണ്? ഒരുപക്ഷെ മൂപ്പന്മാർ പോയി പറഞ്ഞു മടുത്തതായിരിക്കും. ഇത് മറ്റ് സഭയിലെ വിശ്വാസികളൊന്നും അറിയുന്നുണ്ടായില്ല. അതറിയാതെ തന്നെ നമ്മൾ കയറി എന്ത് ചെയ്യും? ആൾ വരുന്നില്ല, പോയി നോക്കിയില്ല, കണ്ടില്ല, സംസാരിച്ചില്ല, പ്രശ്നം പരിഹരിച്ചില്ല, അതേ തുടങ്ങി ബാക്കി എല്ലാവരും എന്തുണ്ടാക്കും? അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാക്കും. അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത് വളരെ സങ്കീർണമാകുമ്പോഴാണ് ഒരുപക്ഷെ മിഷണറിമാരോ അല്ലെങ്കിൽ മറ്റു വേലക്കാരോ ഒക്കെ ഈ വിഷയങ്ങൾ അറിയുന്നത്. അവർ ചെല്ലുമ്പോഴത്തേന് ഇത് ഏകദേശം ഒരു കുളമായി
ഇരിപ്പുണ്ടാവും. പിന്നെ പരിഹരിക്കാൻ എന്ത് ചെയ്യണം? കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? കുറേ നാളുകൾ കൊണ്ടാണ് ആ പ്രശ്നത്തിനൊരു പരിഹാരം വരുത്താനായിട്ട് ഇടയാകുന്നത്. ഒരിക്കൽ ഒരാൾ സഭയിൽ നിന്ന് കുറച്ച് പൈസ കടം ചോദിച്ചു. ഒരു സഭയിൽ നിന്ന്. എനിക്ക് ഈ പ്രശ്നങ്ങൾ പറയാൻ തന്നെ ഇപ്പോൾ പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഒക്കെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വളരെ സൂക്ഷിച്ചാണ് പറയണത്. അപ്പോൾ എന്താണ്? കടം മേടിച്ചു. അല്ല, കടം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സഭയിൽ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ, സഭയിൽ വരുന്ന പൈസ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്, ഇച്ചിരി പൈസ കൊടുക്ക്. ഇപ്പോൾ വേറെ ആളുകൾ പറഞ്ഞു, സഭയുടെ പൈസ നമ്മൾ എന്ത് ചെയ്യണ്ട, അങ്ങനെ കൊടുക്കേണ്ടതായിരിക്കുന്ന ആവശ്യം ഇല്ല, അത് ശരിയാവില്ല. അപ്പോൾ അഭിപ്രായ വ്യത്യാസമായി, തർക്കമായി, വാദമായി. ഇതാര് പറയുന്നത് ശരി? അത് ബൈബിളിൽ അങ്ങനെ കൃത്യം എഴുതിയിട്ടുണ്ടോ? ഇപ്പോൾ കടം കൊടുക്കരുതെന്നോ മറ്റേ എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നേരിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല. ഇതിനെങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കും? ബുദ്ധിമുട്ടായി. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അത് തർക്കമായി, പ്രശ്നമായി. സഭ നടപടിയെടുത്ത് മാറ്റി നിർത്തിയവരായിരിക്കുന്ന ഒരാൾ, അദ്ദേഹം മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് വരാൻ തീരുമാനിച്ചു. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു അദ്ദേഹം ശരിയായിട്ട് മാനസാന്തരപ്പെട്ടില്ല, കുറച്ചുകൂടെ കഴിയട്ടെന്ന് പറഞ്ഞു. വേറൊരു കൂട്ടം ആളുകൾ പറഞ്ഞു മാനസാന്തരപ്പെട്ടതല്ലേ, അദ്ദേഹം വരാനായിട്ട് താല്പര്യം കാണിച്ചതല്ലേ, നമുക്കങ്ങ് എടുത്താൽ എന്നാ, അതിനുള്ള ബുദ്ധിമുട്ടെന്താ? ഇതാണ്. അപ്പോൾ എന്തുണ്ടായി? അതേ ചൊല്ലി അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതേ ചൊല്ലി ഭിന്നതകളുണ്ടായി. അതേ ചൊല്ലി തർക്കങ്ങളായി, വാദപ്രതിവാദങ്ങളായി, പ്രശ്നങ്ങളായി. നിസ്സാര കാര്യമാണ്. പിന്നെ ചില ആളുകൾ മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് വന്നു കഴിഞ്ഞ് അദ്ദേഹം ഒരു ക്ഷമ പറഞ്ഞു. ക്ഷമ പറഞ്ഞതിൽ വാചകം ശരിയായില്ല. അതിനകത്ത് കുറച്ചുകൂടെ വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ചില വിദഗ്ധന്മാരുണ്ട് താനും, അത് വേറൊരു കാര്യം. ക്ഷമയൊക്കെ വളരെ സൂത്രമായിട്ട് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? ഇതിനകത്ത് കയറിക്കൂടും. അങ്ങനത്തെ ആളുകളും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? ഇങ്ങനത്തെ വിഷയങ്ങൾ വന്നാൽ ഇത് ആരാ ഒരു തീരുമാനം എടുക്കുന്നത്? ആരായി പ്രശ്നങ്ങൾക്കൊരു നല്ല പരിഹാരം ഉണ്ടാക്കുക? ഇത് ആര് പറയുന്നത് ശരി? ഇതെങ്ങനെയാണ് മുന്നോട്ട് നമ്മൾ കൊണ്ടുപോവുക? അപ്പോൾ അതേ ചൊല്ലി എന്താവും? പ്രശ്നങ്ങളായി, വല്ലാത്ത ബുദ്ധിമുട്ടുകളായി. ഒരിക്കൽ ഒരു സഭയിൽ ഒരു സഹോദരൻ, അദ്ദേഹം ഇങ്ങനെ സമയമൊക്കെ കഴിഞ്ഞ് വരുവുള്ളൂ, വല്ലപ്പോഴും ഇടയ്ക്ക് വരും, ചിലപ്പോൾ സഭായോഗം കഴിയാറാകുമ്പോഴേ വരുള്ളൂ. ഇങ്ങനെയൊക്കെ വന്ന ഒരു സഹോദരൻ, ആ സഹോദരൻ വന്നു. എന്താണ്? ആ സഹോദരൻ വന്ന വഴി ആ സഭയിലൊരു വഴക്കായി. കുറച്ച് സഭായോഗം കഴിഞ്ഞ സമയത്ത് അങ്ങ് വന്നത് വഴക്കായപ്പോൾ അവിടുത്തെ മുതിർന്ന ഒരു സഹോദരൻ പറഞ്ഞു, സഹോദരൻ, നമ്മൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവരോടും വഴക്ക് കൂടുന്നത് ശരിയാണോ? അപ്പോഴത്തേനും മറ്റേ സഹോദരൻ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന ആളാണ് എന്ന് പറഞ്ഞു. എന്നായി, ബുദ്ധിമുട്ടായി. അവസാനം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഞാൻ തിന്നാൻ വരുന്ന ആളാണ്, ഭക്ഷണം അത് വ്യാഖ്യാനിച്ച് എന്ത് ചെയ്തു? ഭയങ്കരമാക്കി. തിന്നാൻ വരുന്ന ആളാണെന്ന് ഇദ്ദേഹം പറഞ്ഞു എന്നാക്കി. കേട്ട ആളുകളോടൊക്കെ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അത് അങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ച അവസാനം ഇദ്ദേഹം ഭയങ്കര ക്ഷുഭിതനായി. അദ്ദേഹം അടുത്ത ഞായറാഴ്ച പോയി ഒരു 5 കിലോ അരി മേടിച്ചുകൊണ്ട് വന്ന് ഈ പറഞ്ഞ ആളുടെ കാലിൻ്റെ ചോട്ടി കൊണ്ടുവന്ന് വെച്ചു. പ്രശ്നം എങ്ങനെയുണ്ട്? സങ്കീർണമായോ? നിസ്സാര കാര്യമാണ്. പിന്നെ ആ അരി അവിടെ നിന്ന് എടുത്ത് മാറ്റണോ വേണ്ടയോ എന്നുള്ളതായി തർക്കം. അത് വേറൊരു വിഷയമായി. അപ്പം ഇതേ പ്രശ്നം. നിസ്സാര കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് വലിയ പ്രശ്നങ്ങളായിട്ട് എന്ത് ചെയ്യുകയാണ്? വലിയ പ്രശ്നങ്ങളായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ പറ്റി കുറ്റം പറഞ്ഞു, അപവാദം പറഞ്ഞു വരുത്തി. അത് സമ്മതിക്കുന്നില്ല. അതാണ് പറയുന്നത്. എന്നെ പറ്റി വളരെ മോശമായ നിലയിൽ മറ്റൊരു സ്ഥലത്ത് പോയി പറഞ്ഞു. അത് ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഇന്ന സഹോദരൻ പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞല്ലോ. അപ്പം ഞാൻ പോയി ആ സഹോദരനോട് ചോദിക്കുന്നു, ആ സഹോദരനോട് ചോദിക്കും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇനി എന്താണ്? അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് സമ്മതിക്കുന്നില്ല, ഉരുണ്ട് കളിക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സഭകളിൽ വരാൻ. ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, അഭിപ്രായ വ്യത്യാസങ്ങളല്ലേ, തർക്കങ്ങളല്ലേ. ഇങ്ങനെ തീരുമാനമെടുത്തതിലോ നടപടിയെടുത്തതിലോ തെറ്റുതിരുത്തിയതിലോ ശുശ്രൂഷ ചെയ്തതിലോ അഭിപ്രായ ഭിന്നതകളും വാഗ്വാദങ്ങളും കലഹങ്ങളും ഒക്കെ സഭകളിൽ നടക്കാറുണ്ട്. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളാണ്. വേണ്ടത്ര ആലോചനയില്ല, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കില്ല, ക്ഷമിക്കാനും മറക്കാനും മനസ്സില്ല, തെറ്റ് സമ്മതിക്കാനുള്ളതായിരിക്കുന്ന മനസ്സില്ല, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല, ആരോടൊരു ബഹുമാനമില്ല, ആർക്കും കീഴ്പ്പെടുകയില്ല. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ 100 കൂട്ടം കാര്യങ്ങളാണ്. അപ്പോൾ ഒറ്റ വാക്യം പറഞ്ഞാൽ ഞാൻ പറയും, വിശ്വാസികൾക്ക് കാലാനുസൃതമായിരിക്കുന്ന ആത്മീക പക്വതയും ആത്മീക വളർച്ചയും വരുന്നില്ല.
കർത്താവായ യേശുക്രിസ്തുവിനോട് അനുരൂപമായി എൻ്റെ ജീവിതം മാറണം, രൂപാന്തരപ്പെടണം, എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും അന്വേഷണവും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ളതായിരിക്കുന്ന ആഴമായ അവബോധവും വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങളെന്ന് പറയും ആത്മീക വളർച്ചയുടെ പക്വതയുടെ കുറവാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് സാമ്പത്തിക പ്രശ്നം? പണം സംബന്ധിച്ചും സ്വത്ത് സംബന്ധിച്ചും ഉള്ള പ്രശ്നങ്ങൾ. കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നവരായിരിക്കുന്ന വിശ്വാസികളുണ്ട്, പല വിശ്വാസികളുമുണ്ട്. ചിലർ കടം വാങ്ങും, വിശ്വാസികൾ പെട്ടെന്ന് പോയിട്ട് കടം വാങ്ങും. എനിക്കൊരു 2 ലക്ഷം രൂപ തരണം, ഇന്ന അത്യാവശ്യമാണ്, ഇന്ന സ്ഥലത്ത് കൊടുക്കേണ്ടതാണ്, ഞാനൊരു 4 മാസം കഴിയുമ്പോൾ അങ്ങ് തിരിച്ചു തരാം. ശരിയായിരിക്കും, അദ്ദേഹം അതൊക്കെ വിചാരിച്ചായിരിക്കും. ചിലപ്പോൾ കണക്കുകൂട്ടലുകൾ എന്ത് ചെയ്യും, തെറ്റിപ്പോവും. ഈ 2 ലക്ഷം രൂപ കൊടുക്കും, 2 ലക്ഷവും കൊടുത്തു, കണക്കുകൂട്ടലുകൾ തെറ്റി. അവസാനം ഈ സഹോദരനുമായിട്ട് എന്ത് ചെയ്തു, പിണങ്ങി, പിരിഞ്ഞു. ആ സഹോദരൻ, പൈസ മേടിച്ച സഹോദരൻ സഭ വിട്ടുപോയി. അപ്പോൾ ഈ കടം, ഈ 2 ലക്ഷം രൂപ വന്ന് ചോദിച്ചാൽ ഈ 2 ലക്ഷം രൂപയല്ലേ, ഇദ്ദേഹം ഇത്രയും പൈസ കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ വരും. ഞാനതിനെക്കുറിച്ച് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, കടം ചോദിക്കുന്നവർക്കെല്ലാം കടം കൊടുക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഈ കടവും വായ്പയെന്ന് പറയുന്നത് രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. വായ്പ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ എന്താണ്, റേഷൻ കടയിൽ പോയി അരി മേടിക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, അത്യാവശ്യം. അപ്പോൾ ഈ വായ്പ കൊടുക്കുന്ന ആൾ ചിന്തിച്ചോണം, അദ്ദേഹത്തിൻ്റെ ഒരു അത്യാവശ്യമാണ്, അപ്പോൾ അതിന് വേണ്ടതായിരിക്കുന്നു പൈസ കൊടുത്തു. അത് തിരിച്ച് കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആവശ്യം നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വായ്പ കൊടുക്കുന്നത്. കടം അങ്ങനെയല്ല. കടം കൊടുക്കുമ്പോൾ വലിയ പണമാണ് കൊടുക്കുന്നത്, സാമ്പത്തിക ബാധ്യതയാണ് വരുന്നത്. ബാങ്കിൽ ചെന്ന് കടം ചോദിച്ചാൽ വെറുതെ പൈസ വരുമോ? തരികയില്ല. അവിടെ ഈട് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ജാമ്യം നിൽക്കണം. അവിടെ ആ പൈസ അവർക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളതായിരിക്കുന്ന ഉറപ്പുണ്ടെങ്കിലേ പണം കിട്ടുള്ളൂ. അങ്ങനെ കൊടുക്കുള്ളൂ. യഥാർത്ഥത്തിൽ പണം അങ്ങനെയാണ് കൊടുക്കേണ്ടത്, കടം കൊടുക്കേണ്ടത് അങ്ങനെയാണ്. ഇത് തിരിച്ചു കിട്ടുമെന്ന് തന്നെ ഉറപ്പ്. അതുകൊണ്ട് അത്രയും ഭാരിച്ചൊരു തുക തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. എനിക്കറിയാം, ഒരു സഹോദരൻ 3 ലക്ഷം രൂപയും പിന്നെ 2 ലക്ഷം രൂപയുടെ സ്വർണവും എല്ലാം കൂടെ കൊടുത്തു. അവസാനം ഇത് മേടിച്ചതിനും രേഖയില്ല, കൊടുത്തതിനും രേഖയില്ല. അവസാനം ഈ പൈസ തിരിച്ചു കൊടുക്കുക. ഞാൻ മേടിച്ചോ ഇല്ലയോ? ഞാൻ മേടിച്ചു തന്നെ തെളിവ് കുറച്ച് കഴിയുമ്പോൾ. അപ്പം ഞാൻ പറയുന്നത്, കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കടം കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ പൈസയും നഷ്ടപ്പെടും, ആളും നഷ്ടപ്പെടും, സഭയിൽ നിന്ന് ആൾ പോവുകയും ചെയ്യും മിക്കവാറും. കടം മേടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, തരാൻ പറ്റില്ല. പല സാഹചര്യങ്ങളാണ്. അദ്ദേഹം തരണമെന്നൊക്കെ വിചാരിച്ചാൽ മേടിച്ചത്, പക്ഷെ തരാൻ പറ്റുന്നില്ല. തരാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കത് ഉൾക്കൊള്ളാനും സഹിക്കാനും പറ്റുന്നൊരു കടമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാളുടെ വീട്ടിലെ ബാധ്യത മുഴുവൻ തീർക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് സാധിക്കുന്നൊരു കാര്യമല്ല. അത്യാവശ്യ കാര്യങ്ങളിൽ സഹായിക്കാം എന്നുള്ളതല്ലാതെ അതിലുപരിയായി കടം കൊടുത്താൽ, അല്ലെങ്കിൽ കടം കൊടുക്കുന്നെങ്കിൽ അതിന് വ്യക്തമായിരിക്കുന്ന രേഖയോ ഈടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കണം. യാതൊരുവിധ രേഖകളും ഇല്ലാതെ എങ്ങനെയാണ് കൊടുക്കുന്നത്? വിശ്വാസിയാണെങ്കിൽ പോലും നിയമാനുസൃതമായിരിക്കുന്ന നിലയിൽ ഇടപാടുകൾ നടത്തേണ്ടതായിരിക്കുന്ന മേഖലയിൽ നിയമാനുസൃതമായിരിക്കുന്ന നിലയിൽ ഇടപാടുകൾ നടത്തണം. അത് വിശ്വാസിയാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ശരി, നിയമാനുസൃതമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ പറയുന്നത് എന്താ, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരോട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒഴിഞ്ഞു മാറരുത്. ഇത് ഒഴിഞ്ഞു മാറാൻ മേലല്ലോ, പൈസ നമ്മുടെ കയ്യിലുണ്ട്, നുണ പറയാൻ പാടില്ലല്ലോ. എന്തു ചെയ്യും? കൊടുക്കും. അങ്ങനെയൊന്നും അല്ല, അത് ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെ അല്ല പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ വരുമ്പോൾ അങ്ങനെയാണ്. അത് എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിലും സന്തോഷമായി കൊടുക്കാനുള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുക, ആ വ്യക്തിയെ തന്നെ നഷ്ടപ്പെടുത്തുക, ഇതൊക്കെയാണ്. ഞാൻ വിചാരിക്കുന്നു, ചിലപ്പോൾ നമ്മൾ പണം കൊടുത്തില്ലെങ്കിൽ ബന്ധങ്ങൾ മാത്രം ചിലപ്പോൾ അങ്ങ് നഷ്ടപ്പെടും, പണം നഷ്ടപ്പെടുകയല്ല. ഇത് പണം കൊടുത്തു കഴിഞ്ഞാൽ ബന്ധവും നഷ്ടപ്പെടും, ആളും നഷ്ടപ്പെടും, സഭയിൽ നിന്ന് ആളും പോവും, പൈസയില്ല, ആളും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് വരും. അങ്ങനെ വരരുത്. അങ്ങനെ വരാതെ സാമ്പത്തിക ഇടപാടുകളാണെങ്കിലും നമ്മൾ വിശ്വസ്തമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അത് കൈകാര്യം ചെയ്യേണ്ടത്. നമ്മളുടെ കയ്യിൽ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന പണത്തിന് നമുക്കും കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിയരുതെന്നോ സങ്കടത്തിൽ നമ്മൾ സഹതപിക്കരുതെന്നോ കൊടുക്കാൻ പറ്റുന്നതായിരിക്കുന്ന സഹായങ്ങൾ ചെയ്യരുതെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. അത് മുഖാന്തരം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സുഹൃത്തുക്കളാണെങ്കിലും സഭാംഗങ്ങളായാലും കുടുംബക്കാരായാലും എഗ്രിമെൻറ്റോ ഈടോ തെളിവുകളോ ഇല്ലാതെ കടം കൊടുക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം. അത് അങ്ങനെ സംഭവിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ വന്ന ആളുകൾക്ക് ഈ പണം മുഴുവൻ കൊടുത്തു വിട്ടാൻ പറ്റുമോ? പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? പൈസ കൊടുക്കാതെ ഈ പ്രശ്നം തീരുമോ? തീരുകയില്ല. ആകെപ്പാടെ സംഘർഷമായിട്ട് എന്ത് ചെയ്യും? മുന്നോട്ട് പോകും. ചില ആളുകൾ വായ്പ മേടിക്കാൻ വളരെ വിദഗ്ധന്മാരാണ്. പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിലും പോയി വേറെ വല്ലവരുടെ കയ്യിലും പണം ഇരിപ്പുണ്ടെങ്കിൽ അത് മേടിച്ചുകൊണ്ട് വരുന്ന ആളുകളുണ്ട്. മേടിച്ചുകൊണ്ട് വരിക, അതിൽ എന്ത് ചെയ്യുക, അതുപയോഗിച്ച് ജീവിക്കുന്ന ആളുകൾ പോലും ഉണ്ട്. വിശ്വാസികളുടെ ഇടയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്കറിയാതെ എങ്ങനെയാണ് മേടിച്ചെടുക്കേണ്ടതെന്നുള്ളത് നന്നായിട്ട് അറിയാം. അതിനുള്ള എല്ലാ തന്ത്രങ്ങളും അവർക്കറിയാം. എല്ലാ തന്ത്രങ്ങളും അറിയാം. പണ്ടൊരിക്കൽ ഒരാൾ ഒരു വീട്ടിൽ ചെന്ന് വായ്പ ചോദിച്ചാൽ ഒരു സാധനം വായ്പ വെച്ചാലും തരികയില്ല. അപ്പോൾ ആ വായ്പ ചോദിക്കാൻ ചെല്ലുന്ന സാധനത്തിനെല്ലാം അവിടെ ഉപയോഗമായിരിക്കും. അന്ന് ഒരിക്കൽ ഒരു വിദഗ്ധനായ പുള്ളിക്കാരൻ ചെന്നിട്ട് ചോദിച്ചു, തൂമ്പ എന്നെടുത്തോട്ടെ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അയ്യോ തൂമ്പ എടുക്കാൻ പറ്റില്ലല്ലോ, ഇന്ന് പണിക്കാർ വരും, എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഏണി എടുക്കാമല്ലോ അല്ലെന്ന് ചോദിച്ചു. മിടുക്കൻ എന്ത് ചെയ്തു? അവന് വേണ്ടത് ഏണിയാ, തൂമ്പയല്ല. പക്ഷെ തൂമ്പ ചോദിച്ചാൽ എന്ത് ചെയ്യല? തരികയില്ല. അപ്പോൾ അങ്ങനത്തെ വിദഗ്ധന്മാരുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് വായ്പ വാങ്ങുന്ന ആളുകളുണ്ട്. അങ്ങനെ വായ്പ വാങ്ങി ജീവിക്കുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. വായ്പ എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വാഹനങ്ങൾ കൊണ്ടുപോകുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ വാഹനം എടുത്ത് ഒരാൾ കൊണ്ടുപോകുന്നു, അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്വമൊന്നും ചിലപ്പോൾ കണ്ടുവന്ന് വരില്ല. ഈയിടെ ഒരു സഹോദരൻ്റെ വാഹനം എടുത്ത് 2-3 ദിവസത്തേക്കോ 2 മാസത്തേക്കാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു സഹോദരൻ കൊണ്ടുപോയി അത് പോയി ഒരു പോസ്റ്റിന് ഇടിച്ച് വണ്ടിയും പോയി, സകലതും പോയി. അവസാനം ഈ പോസ്റ്റിന് ഇടിച്ച സഹോദരനെതിരെ പോയി. വണ്ടി അവിടെ കിടാം, വണ്ടിയില്ല, ആളുമില്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, മറ്റൊരാളുടെ വാഹനമൊക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഉടമസ്ഥൻ കൂടെ ഉണ്ടെങ്കിൽ വാഹനം എടുത്തു പോകുന്നത് നല്ലത്. ഇല്ലെങ്കിൽ ടാക്സി വിളിച്ചു പോകും. ഏറ്റവും നല്ലത് അതാ, ടാക്സി വിളിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ പരമാവധി കഷ്ടപ്പെട്ട് ബസ്സിനൊക്കെ കയറി എന്ത് ചെയ്യുക, പോവുക. മറ്റൊരാളുടെ വിലയേറിയ സാധനങ്ങൾ കൊണ്ടുപോയി അത് നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചു കൊടുക്കാനുള്ള വകുപ്പ് നമുക്കില്ല എന്നുള്ളത്. വാഹനമല്ലേ, എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാകും. നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കിക്കണമെന്നൊന്നുമില്ല, ഇങ്ങോട്ടും എന്ത് ചെയ്യാം, വരാം. അപ്പോൾ മറ്റൊരാളുടെ വാഹനം എടുക്കുമ്പോൾ ആ നിലയിലാണ്. അല്ലെങ്കിൽ ഉടമസ്ഥൻ ഇത് കൊണ്ടുപോയി അതുപോലെ അപകടം ഉണ്ടായാലും ഒന്നും പറയൽ നഷ്ടമൊക്കെ സഹിക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചില ആളുകൾ അങ്ങനെ അപൂർവം ചില ആളുകളുണ്ട്. ഞാനൊരിക്കൽ ഒരു ഓട്ടോറിക്ഷക്കാരനും BMW വാഹനത്തിൽ ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുവന്ന് അതിൻ്റെ പുറയിൽ ഇടിച്ചു കഴിഞ്ഞിട്ട് BMW വാഹനത്തെ ആളെ ഇറങ്ങി വന്നിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ലൈറ്റ് എന്ത് ചെയ്തു, ഇടിച്ച് തകർന്നു പോയി. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ വേഗം ഇറങ്ങിയിട്ട് പറഞ്ഞു, അല്ല ഒന്ന് അറിയാതെ ഇടിച്ചു പോയതാ, നമുക്ക് വേണ്ട എന്തെങ്കിലും ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ BMW പറഞ്ഞു, മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ചിരിച്ചോണ്ടാ പറയണേ, എടാ നിന്റെ ഈ ഓട്ടോറിക്ഷകൾ വിറ്റാൽ ഇതിൻ്റെ ഒരു ചെറിയ ലൈറ്റ് മേടിക്കാനുള്ള പൈസ കിട്ടില്ല എന്ന് പറഞ്ഞു. ഒന്നും തരണ്ട, പൊക്കോളാൻ പറഞ്ഞു. കാരണം ഈ വണ്ടിയുടെ വില അദ്ദേഹത്തിന് ശരിക്കും അറിയില്ല. പക്ഷെ ആ മനുഷ്യൻ മാന്യമായിട്ട് അതിനെ എന്ത് ചെയ്തു, കൈകാര്യം ചെയ്തു. അപ്പം ചിലർക്ക് അങ്ങനെ സാധിച്ചേക്കും, എല്ലാവർക്കും അങ്ങനെ കഴിയുമോ? കഴിയല്ല. ഇത്രയും വലിയൊരു സാമ്പത്തിക നഷ്ടം വന്നാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ എടുക്കുന്നവരും കൊണ്ടുപോകുന്നവരുമാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വായ്പ മേടിക്കുന്ന സാധനങ്ങൾ തിരിച്ചു കൊടുക്കാത്തവരായിരിക്കുന്ന ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞൊരു തൂമ്പയാണെങ്കിലും ഏണിയാണെങ്കിലും പാത്രമാണെങ്കിലും എന്ത് ചെയ്യുക, കൊണ്ടുപോയാൽ എന്ത് ചെയ്യല. ഇപ്പോൾ സഭയിലെ പാത്രങ്ങൾ തന്നെ വിശ്വാസികൾ കൊണ്ടുപോയാൽ കുറേ കഴിയുമ്പോൾ കുറേ പാത്രങ്ങൾ കാണുന്നില്ല, എതിരെ പോയി എന്നറിയുന്നില്ല. ഇത് എവിടെയാണെന്ന് യാതൊരു പിടിപാടുമില്ല. അപ്പോൾ അതേ ചൊല്ലി പിന്നെ തർക്കമായി, വാദപ്രതിവാദമായി, പ്രശ്നങ്ങളായി. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതായിരിക്കുന്ന കാര്യം. അപ്പോൾ സാമ്പത്തിക വിഷയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരിക്കലും ഒരാളുടെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയി അത് മേശപ്പുറത്തുനിന്ന് പുറത്ത് ചാടി അത് പ്രശ്നമായി, ബുദ്ധിമുട്ടായി, തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. സ്ഥലമിടപാടുകൾ നടത്തുന്നതിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അതിർത്തി തർക്കങ്ങൾ. ഒരിക്കൽ ഞാനൊരു വിശ്വാസിയുടെ ഭവനത്തിൽ അതിർത്തി തർക്കത്തിന് പോയി. അവിടുത്തെ മൂത്ത സഹോദരൻ അദ്ദേഹം അവിശ്വാസിയാണ്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അന്ന് ആ അതിർത്തി തർക്കം വന്നപ്പോഴേ വിശ്വാസിയൊക്കെ മെച്ച അവിശ്വാസിയാണ്. വിശ്വാസി എന്ത് ചെയ്യും, കോല് കുത്തുന്നത് കണ്ടാതെ ഞാനൊരു പ്രശ്നം തീർക്കാൻ വേണ്ടി പോയതാണ്. അവസാനം എനിക്ക് ആകെപ്പാടെ കരച്ചിലുമായി. കാരണം ഇവൻ ഒരണു ഇവിടെ എന്ത് ചെയ്യല, വിട്ടുവീഴ്ച ചെയ്യില്ല. അവിശ്വാസി കുറേ കൂടെ അത് ജോസ്നേട്ടൻ പറയണ പോലെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറയുന്ന പോലെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു വിധത്തിൽ പ്രശ്നം എന്ത് ചെയ്തു, പരിഹരിച്ചു. അപ്പോൾ അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലെ സ്ഥലമിടപാടുകളിൽ
ഇങ്ങനെ എന്തെല്ലാം നൂറ് കൂട്ടം കാര്യങ്ങൾ. ഞാനൊക്കെ ഈ ഫോണൊന്നും ഇല്ലാത്ത സമയത്താണ് എൻ്റെ അതിര് 4 കെട്ടാനായിട്ട് ഞാൻ പണിക്കാരെ ഏൽപ്പിച്ചിട്ട് പോയി. കുറച്ച് കല്ലുമൊക്കെ ഇറക്കിയിട്ട് നിങ്ങൾ കെട്ടിക്കുമെന്ന് പറഞ്ഞു. അടുത്ത അയൽവാസിനെ വിളിച്ച് അദ്ദേഹത്തെ കൊണ്ട് അതിര് കോലൊക്കെ കുത്തിച്ച് ഇത് കെട്ടാൻ പറഞ്ഞു. ഞാൻ പോയി. ഞാൻ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ അതിര് കെട്ടാൻ തുടങ്ങി അടുത്ത അയൽക്കാരൻ വീട്ടിലേക്ക് തെറിയാണ്, എൻ്റെ ഭാര്യേനെ തെറിയാണ്. അന്ന് വിളിച്ചു പറയാനുള്ള സംവിധാനമൊന്നുമില്ല. 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഈ കെട്ടുകാരെന്ത് ചെയ്തു, അവർ എന്ത് ചെയ്തു, എന്നാ പറഞ്ഞാലും ഞാൻ കെട്ടിക്കോളാൻ പറഞ്ഞല്ലേ, അവർ കെട്ടി. അതിൽ അങ്ങ് 3-4 ദിവസം കൊണ്ട് എന്ത് ചെയ്തു, കെട്ടി അവർ പൂർത്തിയാക്കി. തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ വീട്ടിൽ ഇങ്ങനെ ഭയങ്കര തെറിയായിരുന്നു പറഞ്ഞു. ഞാൻ വീട്ടിൽ ഇറങ്ങി ചെന്നിട്ട് ഞാൻ ചോദിച്ചു, അല്ല എന്നാ സംഭവിച്ച എവിടെയെന്ന് ചോദിച്ചു. അന്നേരം ഒരു 10 തെറിയും കൂടെ എന്നെ പറഞ്ഞു. ഞാനതൊക്കെ കേട്ട് നിന്നു. എന്നാ മൂസക്ക എന്നാ പേര്, മൂസക്ക ഇങ്ങോട്ട് വന്ന് നമുക്കെന്നാ ഒരു ഈ പ്രശ്നം അങ്ങ് പരിഹരിക്കാമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് പരിഹരിക്കണത്? അതിൽ കെട്ടിപ്പോയില്ലേ. അന്നേരത്തിന് 3-4 ഒച്ചപ്പാട് കേട്ടിട്ട് 3-4 അയൽവക്കക്കാരോട് വന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്യുക, ഒരു നൂല് പിടിച്ചിട്ട് ഇഷ്ടമുള്ളിടത്തൊരു കുത്തിക്കോ, ഞാൻ എൻ്റെ അതിര് പൊളിച്ചിങ്ങോട്ട് ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു. ഇഷ്ടമുള്ളിടത്ത് കുത്തിക്കോളാൻ പറഞ്ഞു. പോയാൽ എന്തോരായി പോകണമെന്നറിയോ, ഇത്രയായി പോണത്. അതിൽ കൂടുതൽ ആരും കയറ്റി വയ്ക്കാല്ല, എനിക്കറിയാം. ഇനി ഇത്രയും കിട്ടിയതുകൊണ്ട് നമുക്കൊന്നും വരാനും പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ, അന്നേരം അവർ പറഞ്ഞു അതൊന്നും വേണ്ടെന്നേ, അതൊക്കെ ഇപ്പം അങ്ങനെ കെട്ടിപ്പോയില്ലേ. അപ്പം ഇദ്ദേഹത്തിനും തോന്നി ഇനി പൊളിക്കാനൊന്നും ഞാൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്താൽ പൊളിപ്പിക്കുകയല്ല, പിന്നെ പൊളിക്കാതെയായി. പൊളിച്ചില്ല, ഇപ്പോഴും ആ അതിൽ തന്നെയാണ് ഇരിക്കുന്ന. അവിടെ വേറെ ആളുകളൊക്കെ വന്നു. അപ്പം ഞാൻ പറയുന്നതെന്നു വെച്ചാൽ, കുറച്ച് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് വിട്ടങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ? ഒന്നും പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലെന്നേ. ഒരടി സ്ഥലം അവിടെ ഇച്ചിരി നീളത്തിൽ പോയി എന്ന് ഓർത്ത് നമുക്കൊന്നും സംഭവിക്കുമ്പോൾ അവിടെ നമ്മൾ ഒന്നും ചെയ്യാനും പോകുന്നില്ല. പിന്നെ വിൽക്കുന്ന കാലത്ത് ഇത് വിൽക്കണുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? അപ്പം ഞാൻ പറയുന്നത്, ചില വിഷയങ്ങൾ നമ്മൾ പരിഹരിക്കുന്ന നഷ്ടം സഹിക്കുമ്പോഴാണല്ലേ. ആ നഷ്ടം സഹിക്കാൻ തയ്യാറാകുമ്പോൾ ചില പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പരിഹരിക്കപ്പെടും. ഇതെവിടെയാണ്? നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. സഭയിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്തു, ആരും ചെന്നാൽ കണക്കൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്കൊന്നും അവർക്ക് പറയാൻ പറ്റില്ല, ഏകാധിപതികളാണ്. പിന്നെ ഞാൻ പറയും, മിഷണറിമാരും മൂപ്പന്മാരും ഒന്നും ഈ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യാതിരിക്കുന്ന നല്ലത്. അതൊക്കെ ഉത്തരവാദിത്തമുള്ള മറ്റ് സഹോദരന്മാരെന്ത് ചെയ്യണം, ഏൽപ്പിക്കണം. ചില മിഷണറിമാർ കൈകാര്യം ചെയ്തിട്ട് പ്രശ്നമായി, മൂപ്പന്മാർ കൈകാര്യം ചെയ്തിട്ട് പ്രശ്നമായി. അതങ്ങനെ കൈകാര്യം ചെയ്യരുതെന്നാണ് ബൈബിളിൽ തന്നെ പറഞ്ഞേക്കുന്നത്. എന്താ അപ്പോസ്തലന്മാർ പറഞ്ഞില്ലേ, അവരത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രശ്നമായില്ലേ, അവരതിന് പരിഹാരം ഉണ്ടാക്കി, ഡീക്കന്മാരെ തിരഞ്ഞെടുത്തു, ആ സഭയുടെ പണത്തിൻ്റെ കാര്യം അവരെ ഏൽപ്പിച്ചു. ഇവരോ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഒറ്റിരുന്നു. ക്രമീകരണങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. കുടുംബ പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് കുടുംബ പ്രശ്നങ്ങൾ. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ്. ഇത് കുടുംബ പ്രശ്നങ്ങൾ സഭയുടെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ആണ്. ഭാര്യ വരുന്നില്ല, കുറേ കാലമായിട്ട് സഭയിൽ വരുന്നില്ല. അപ്പോൾ സഭയിൽ അത് ചോദ്യം ചെയ്യും, എന്താണ് വരാത്തത്. അവർ രണ്ടുപേരും കൂടെ പിണക്കമാണ്, വരുന്നില്ല, കൈകാര്യം ചെയ്യേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ബന്ധങ്ങളിലും പെരുമാറ്റങ്ങളിലുമുള്ള പ്രശ്നങ്ങളുണ്ട്, പരസ്യ പാപങ്ങൾ സംബന്ധിച്ചതായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, അതുപോലെ നേതൃത്വ പ്രശ്നങ്ങളുണ്ട്, ഉപദേശപരമായ വ്യതിചലനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും പലതരത്തിലുള്ളതായിരിക്കുന്ന പ്രോബ്ലംസ് കൈകാര്യം ചെയ്യേണ്ടതായിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് വരും. അത് വരാം, അങ്ങനെ വരാം. അങ്ങനെ ഞാനിതെല്ലാ പ്രശ്നങ്ങളും ഒന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സഭകളിൽ ഉണ്ടാകാം. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ ഇരിക്കുന്നവർ പലരും അങ്ങനെയുള്ള പ്രശ്നത്തിലൂടെ ഒരുപക്ഷെ കടന്നു പോകുന്നവരായിരിക്കും. പ്രശ്നം പരിഹരിക്കാത്തവരായിരിക്കുന്ന സഹോദരന്മാർ ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. അതിൻ്റെ വൈഷമ്യങ്ങളും ഭാരങ്ങളും ഏറുന്നവരിവിടെ ഉണ്ടാകാം. ചില സഭകൾ തന്നെ ആടി ഉലയുന്നുണ്ടാകാം. ഇതെല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടെയാണ് ഞാൻ പറയുന്നത്. ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ്, ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ എന്താണ്, ആ കാരണങ്ങൾക്ക് എങ്ങനെയാണ് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക, ഇതൊക്കെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നൊരു കാര്യമാണ്. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്താണെന്നറിയാമോ? 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് പിണക്കമാണ്. വിശ്വാസികൾ തമ്മിൽ എന്തുണ്ടാവും?
അന്യോന്യം പിണങ്ങും. അത് ചെറിയ കാര്യങ്ങളായിരിക്കും. ചെറിയ കാര്യങ്ങളാണെങ്കിലും അന്യോന്യം എന്ത് ചെയ്യും? വിശ്വാസികൾ പിണങ്ങുകയാണ്. ഈ പിണക്കം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ? ഒരു ചെറിയ കാര്യമാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ പിണക്കം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് ഒരു വല്ലാത്ത പ്രശ്നമായിട്ട് തന്നെയാണ് സഭകളിൽ പലപ്പോഴും വരിക. വലിയ പ്രശ്നമായിട്ട് അത് മാറാം. അതീവ ഗൗരവതരമായിരിക്കുന്ന പ്രശ്നമായി മാറാം. പക്ഷെ അടിസ്ഥാന കാര്യം പിണക്കമായിരിക്കും. കൊരിന്ത്യരോട് പറയുമ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്താണ് പിണക്കമുണ്ടെന്ന് എനിക്ക് ക്ലോവയുടെ ആളുകളാൽ അറിവ് കിട്ടിയിരിക്കുന്നു. ചില ആളുകളാൽ കിട്ടിയ അറിവിൻ്റെ വെളിച്ചത്തിൽ പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട്. ആളുടെ പേരെടുത്ത് പറയുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഇടയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നടത്തിയ റിപ്പോർട്ട് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആളുടെ പേരെടുത്ത് പറയുന്നത്. ചില ആളുകൾ പറയും, ഞാനിത് പറഞ്ഞു എന്ന് ആരോടും എന്ത് ചെയ്തേക്കരുത്, പറഞ്ഞേക്കരുത്. അങ്ങനെ പറഞ്ഞേക്കരുതെന്ന് പറയുന്ന കാര്യം നമ്മൾ പറയണ്ട, നമ്മൾ കേൾക്കാനും നിൽക്കണ്ട. സഹോദരൻ പറഞ്ഞു എന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു, മിക്കവാറും പ്രശ്നം അവിടെ കൊണ്ട് തീരും. ഞാൻ പറഞ്ഞു എന്ന് പറയരുതേ, എന്നെ ആപ്പാട് ക്രൂശിക്കുവേ, ഞാനാണിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്രശ്നമാവുമേ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും. കാരണം നമുക്ക് തെളിവില്ലാതെ പോയി ആളുകളോട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പിണക്കമാണൊരു വിഷയം. പല ഭവനങ്ങളിലും സഭകളിലും ഒക്കെ പിണങ്ങിയിരിക്കുന്ന വിശ്വാസികളില്ലേ? അത്തരക്കാർ ഒരുപക്ഷെ ഇവിടെ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. എന്താണ് ഈ പിണക്കം എന്ന് പറഞ്ഞാൽ? ഒരാൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ചെയ്തത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ഉണ്ടായ കോപവും അതൃപ്തിയും നിരാശയും എന്നിവ മൂലം മറ്റുള്ളവരിൽ നിന്ന് അകന്നിരിക്കുകയോ മിണ്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കുന്ന ആ ഒരു കാര്യമാണ് ഈ പിണക്കം എന്ന് പറയുന്നത്. നിസ്സാരമാണെന്ന് നമുക്ക് തോന്നും. ദമ്പതിമാർക്കിടയിലും അതുപോലെ കൂട്ടുകാർക്കിടയിലും സഹപ്രവർത്തകർക്കിടയിലും ഒക്കെ ഇതുപോലുള്ളതായിരിക്കുന്ന പിണക്കങ്ങൾ, ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ നമ്മൾ പറയും. അങ്ങനെയുള്ള പിണക്കങ്ങൾ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന പിണക്കങ്ങൾ ഉണ്ടാകാൻ പല കാരണങ്ങളും കാണും. എന്നാൽ പിണക്കം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ജഡത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്, പാപമാണ്. അടിസ്ഥാനപരമായി ഒരു പാപമാണ്. പിണക്കമുള്ള കൊരിന്ത്യരെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എന്താണ്? നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെയുള്ളവരും സാധാരണ മനുഷ്യരും അല്ലയോ? അങ്ങനെ ചോദിക്കുന്നത്. ജഡീകന്മാരാണ്, സാധാരണ മനുഷ്യരല്ലയോ എന്നാണ് ഞാൻ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്ന ആളുകളാണോ? ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ജഡീകന്മാരാണ്, സാധാരണ മനുഷ്യരാണ്, ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവരായ ആളുകളല്ല എന്ന് വരികയാണ് ചെയ്യുന്നത്. പിണക്കമുള്ളവർ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ എന്തൊക്കെയായിരിക്കും പറയുന്നത്? ഞാനിനി ആരോടും മിണ്ടുന്നില്ല, ഞാനിനി ആ സഭയിലേക്ക് പോകുന്നില്ല, ഞാനിനി ആ ആളുടെ വീട്ടിൽ ഞാൻ ഒരിക്കലും കയറിയല്ല, ഇനി ഞാൻ ആരുടെ ഒരു കാര്യവും ഞാൻ അന്വേഷിക്കുന്നില്ല, ഞാൻ ശുശ്രൂഷയൊക്കെ ഞാൻ നിർത്തി, ഞാൻ ഇനി ഒരു ശുശ്രൂഷ ചെയ്യുന്നില്ല, എന്നെ ഇനി ശുശ്രൂഷയൊന്നും ആരും എന്ത് ചെയ്തേക്കരുത്, ഏൽപ്പിച്ചേക്കരുത്, ഞാനിനി സഭയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയില്ല. ഇങ്ങനെ കാര്യങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പറഞ്ഞുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വേറൊരു കൂട്ടർ പോസിറ്റീവായിട്ടും എന്ത് ചെയ്യും? പിണക്കമൊക്കെ വെച്ചുകൊണ്ട് തന്നെ ക്രിയാത്മകമായി അവർ ഭയങ്കര ശുശ്രൂഷകളും ചെയ്യും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, പിണക്കവും അസൂയയും കൊണ്ട് ചിലരെന്ത് ചെയ്യുന്നു? സുവിശേഷം പ്രസംഗിക്കുന്നത് നല്ല കാര്യമാണെങ്കിലും ഏത് മനോഭാവത്തിലാണ് ഇത് ചെയ്യുന്നത്? പിണക്കത്തിലാണ് ചെയ്യുന്നത്, അസൂയയിലാണ് ചെയ്യുന്നത്, സ്വാർത്ഥതയിലാണ് ചെയ്യുന്നത്, അഹങ്കാരത്തിലാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. പണ്ടൊരു പാസ്റ്ററല്ല, സഭയിലുള്ളതായിരിക്കുന്ന ഒരു ഡീക്കനെ പോലുള്ളൊരു ഇച്ചിരി ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. നമ്മുടെ സഭയിലൊന്നും അല്ല, പെന്തക്കോസ്ത് സഭയിലാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പ്രബോധനം 10 മിനിറ്റ് അദ്ദേഹത്തിനുള്ളതാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നാൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ സഭയിലെ പാസ്റ്ററെ വധിക്കുക എന്നുള്ളതാണ്, ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അവസാനം സെൻട്രൽ പാസ്റ്റർ വിളിച്ചു. ഈ പുള്ളി പറഞ്ഞു മടുത്തു. സെൻട്രൽ പാസ്റ്റർ വിളിച്ചു. സെൻട്രൽ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, തോമാച്ചാ ഇന്ന് ഞാനാണ് വേദഭാഗം തരുന്നതെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വേദഭാഗം പറഞ്ഞു. അപ്പോൾ വേദഭാഗം ഉൽപ്പത്തി 1:1 വേദഭാഗം. അത് കൊടുത്തിട്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ പോയിൻ്റാണ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ ചിലരുടെ ഇരിപ്പ് കണ്ടാൽ തോന്നും അദ്ദേഹമാണ് ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് തോന്നും. ഏത് വാക്യം കൊടുത്തിട്ടും കാര്യമില്ല.
അപ്പോൾ ശുശ്രൂഷകളുടെ പ്രശ്നങ്ങളാണ്, എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ ശുശ്രൂഷ ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ. പിണങ്ങാണ്. ചിലർക്ക് കല്യാണത്തിന് സ്റ്റേജിൽ വിളിച്ചിരുത്തിയില്ല. അയ്യോ എന്തൊരു പ്രശ്നമെന്നറിയോ, പ്രാർത്ഥിക്കാനായിട്ട് സ്റ്റേജിൽ ഇരുത്തിയില്ല. ചിലപ്പം മറന്നുപോയതങ്ങനെ. ഞാനത് മനഃപൂർവ്വമൊക്കെ സൂക്ഷിച്ചാണ് ഇപ്പം ചെയ്യണത്. ആളുകളെ വിളിച്ച് ഇരുത്തേണ്ട ആളുകളെയൊക്കെ നമ്മൾ എന്തു ചെയ്യും, ഇരുത്തും. നമ്മളിനി താഴെ ഇരുന്നാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആളുകൾ വേണം. ഞാൻ ബഹുമാനിക്കേണ്ടെന്നും ഇരുത്തണ്ടെന്നൊന്നും അല്ല, ഇരുത്തേണ്ടവരെയൊക്കെ നമ്മൾ ഇരുത്തണം, അതൊക്കെ ആവശ്യമാണ്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും, ആളുകൾ തെറ്റുകയാണ്, പിണങ്ങുകയാണ്, വിരോധിക്കുകയാണ്. ഞങ്ങളെ മാനിച്ചില്ല, ഞങ്ങളുടെ സഭയെ മാനിച്ചില്ല, ഞങ്ങളുടെ വിരുന്നുകാരെ മാനിച്ചില്ല, എന്തെല്ലാം കാര്യങ്ങളാണ് കല്യാണത്തിന്. നിസ്സാര കാര്യങ്ങളാണ്. ഒരിക്കൽ ഞങ്ങൾ പണ്ടത്തെ കൺവെൻഷനുടെ യോഗങ്ങളുണ്ടല്ലോ, നമ്മുടെ ഗോസ്പൽ ടൂർ, തിരുവല്ലായിൽ ഒരു ഗ്രൗണ്ടിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കുട്ടിൻചേട്ടൻ അവിടെ ഇരുന്ന് പാടുന്നുണ്ട്. അപ്പോൾ വേറെ ആരും സ്റ്റേജിൽ കുട്ടിൻചേട്ടൻ പാടുവാണ്, പാട്ടുകളങ്ങനെ തുടരുകയാണ്. എബ്രാഹിം ബ്രദറും എല്ലാവരും വന്ന് താഴെ സ്റ്റേജ് താഴെ ഇരിക്കുക. ആ സമയത്ത് അവിടെ ഇരുന്ന് ഒരു പുള്ളിക്കാരൻ ഒരു പന്തികേട് തോന്നി. ആ താഴെ നിന്നൊരു കസേര എടുത്തു വന്ന് ആ സ്റ്റേജിലിരുന്നു. ഏതോ ഒരു പാസ്റ്ററാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ പരിപാടി തീരുന്നവരെ അദ്ദേഹം മാത്രം അവിടെ എന്ത് ചെയ്തു, ഇരുന്ന് ആരും നിർബന്ധിച്ചില്ല. അപ്പോൾ പുള്ളിയുടേതായിരിക്കുന്ന ആ ഒരു രീതിയിൽ അവിടെ ഇരുന്നാലേ എന്ത് ചെയ്യുള്ളൂ. ഇരിക്കുന്നതിലൊന്നും കുഴപ്പമുണ്ടായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതൊക്കെ മനുഷ്യൻ്റെ മനസ്സിലെ ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ അസൂയ കൊണ്ട് പ്രസംഗിക്കുന്നവരുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. പിണക്കവും വെറുപ്പും വൈരാഗ്യവും കയ്പും ഒക്കെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് എവിടെ പോയി എന്ത് ആത്മീയ പ്രവർത്തനം ചെയ്തിട്ടുള്ള കാര്യം, ഞാൻ ഈ സഭയിലേക്ക് വരുന്നില്ല, ഞാൻ വേറെ സഭയുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നോടൊരാൾ. അദ്ദേഹം അങ്ങനെ ഒരു ജില്ല മുഴുവൻ നടന്ന്, അവിടുത്തെ സഭകൾ മുഴുവൻ നടന്ന് അവസാനം എന്നെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ വിളിച്ചു, സഹോദരൻ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. അതിനെന്നാ പോരെന്ന് പറഞ്ഞു. വന്നു ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അതെ ഞാൻ ഇവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞു. ശരിയാവില്ലെങ്കിൽ ഇപ്പം എന്നെ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പോവാന്ന് പറഞ്ഞു. എന്നാൽ ആട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പ്രകൃതി അതാ. അദ്ദേഹം പോയി ഒരു 3-4 സഭയും കൂടെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, 2 കൊല്ലം കൂടെ കഴിയുമ്പോൾ തിരിച്ചു വരും. എനിക്ക് നല്ല ഉറപ്പാണ്. അതുപോലെ തിരിച്ചു വന്നു. ഇപ്പോൾ വന്ന് മക്കൾക്ക് കീഴ്പ്പെട്ട് അടങ്ങിയിരിക്കുവാണ് നമ്മുടെ ചർച്ചിൽ. എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പം നമ്മൾ മനസ്സിലാക്കുക, പിണക്കമാണ്, വെറുപ്പാണ്, ഇഷ്ടമില്ലായ്മയാണ്, അതൊക്കെയാണ് കാണിക്കുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞു, യാഗം അർപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് എന്താ ചെയ്യുന്നത്? സഹോദരൻ ആരോടെങ്കിലും നിന്നോട് വല്ലതും ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? രമ്യതപ്പെടണമെന്നാണ് പറഞ്ഞല്ലേ. ശുശ്രൂഷയൊക്കെ നിർത്ത്, അങ്ങനത്തെ ശുശ്രൂഷയൊന്നും വേണ്ട. അതിനേക്കാൾ നല്ലത് ബന്ധങ്ങൾ സൂക്ഷിക്കുക. അതാണ് ആവശ്യമായിരിക്കുന്നത്. പിണങ്ങാൻ പല കാരണങ്ങൾ കാണും. ചിലപ്പോൾ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതായിരിക്കും, കടം വാങ്ങിയത് തിരിച്ച് ചോദിച്ചതായിരിക്കും. കടം വാങ്ങിയിട്ട് തിരിച്ച് ചോദിച്ചാണ്ടല്ലോ, അയ്യോ ചിലർക്ക് ഇഷ്ടമല്ല. അതാണ് സഹോദരാ, അത് മേടിച്ച പൈസയും കൊണ്ട് തരാം, അല്ല അത് തരാട്ടോ. രണ്ടാമത് നമ്മൾ ചോദിക്കും, തരാമെന്ന് പറഞ്ഞില്ലേ. മൂന്നാമത് ചോദിക്കുമ്പോൾ എന്നാൽ പിന്നെ നിങ്ങളങ്ങ് മേടിക്കും. തീർന്നു. പിന്നെ നമുക്ക് മിണ്ടാൻ പറ്റില്ല. പിന്നെ മിണ്ടിയാൽ അവിടെ കോലാഹലമാണ്. പിന്നെ കിട്ടിയാൽ കിട്ടി, മേടിച്ചോളുക, അത്രേ ഉള്ളൂ, മിണ്ടാതിരുന്നുള്ളൂ. ഇതൊന്നും ഒരു വിശ്വാസികൾക്ക് ചേരുന്നതായിരിക്കുന്ന രീതിയല്ല എന്നുള്ളതാണ്. രീതിയല്ല. ചിലപ്പോൾ വേദനിപ്പിച്ചതാകാം, പരിഗണന നൽകാത്തതാകാം, പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കാത്തതാകാം, ഒരാലോചന ചോദിക്കാത്തതാകാം, ഒരു അഭിപ്രായം കേൾക്കാത്തതാകാം. ഇങ്ങനെയുള്ള 100 കൂട്ടം നമ്മൾ പിണങ്ങി എങ്ങനെ ശരിയാകുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. ഇന്നലെ ഏറ്റിച്ചായ ഞങ്ങളൊരു സ്ഥലത്തെ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഞാനും ഏറ്റിച്ചാനും കൂടെ ഇരുന്നപ്പോൾ ഏറ്റിച്ചാൻ പറഞ്ഞു, ഇത് ചെറിയ പ്രശ്നമാണല്ലോ സഹോദര, വേലക്കാരനാണ്, ചെറിയ പ്രശ്നമാണല്ലോ സഹോദര, ഇത് എന്നതാ ഇത് കൈകാര്യം ചെയ്യാനുള്ളത്? നിങ്ങൾക്ക് അങ്ങ് ക്ഷമിച്ചാൽ പോരെ, അങ്ങ് വിട്ടുവീഴ്ച ചെയ്താൽ പോരെ. അപ്പോൾ വേലക്കാരാണെങ്കിൽ പോലും എന്താണ്, അത്രയും നിസ്സാര കാര്യങ്ങൾ വിട്ടുകളയാനും ക്ഷമിക്കാനും സഹിക്കാനും സാധിക്കുന്നില്ല. ബൈബിളിൽ പറയുന്നു, ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുക, നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്കുക, ബന്ധപ്പെട്ട വ്യവഹാരത്തിന് പുറപ്പെടാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് വാക്യങ്ങളൊക്കെ ബൈബിളിൽ ഉണ്ടെന്ന് നമുക്കറിയാം. ഭിന്നതയാണ് വേറൊരു പ്രശ്നം. പ്രശ്നങ്ങളുടെ പരിണിത ഫലമായിട്ട് വരുന്നത് എന്താ? വീട്ടിൽ ഭിന്നത, സഭയിൽ ഭിന്നത,
വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയാണ് പിന്നീട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ വരികയാണ്. കൊരിന്ത്യരോട് പറഞ്ഞു, ഒന്നാമത് നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് കേൾക്കുന്നു, ഏതാനും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. സഭയിൽ ഭിന്നതകൾ വരുമ്പോൾ വിശ്വാസികൾ പക്ഷം പിടിച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ അടിച്ചൊതുക്കി പിളർത്തി പുതിയ കൂടിവരവുകൾ ആരംഭിക്കുന്ന പരിപാടിയാണ് ഇന്ന് സഭാ വളർച്ചയിൽ അധികം കാണുന്നത്. പല സ്ഥലത്തും പുതിയ പുതിയ കൂടിവരവുകൾ ഉണ്ടാകുന്ന പലപ്പോഴും പഴയതിനെ പിളർത്തി വളർത്തിയാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെയാണ് അതിൻ്റെ പരിണിതഫലം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഭിന്നതകൾ, സഭാ കൂടിവരവുകളിൽ ഭിന്നതകൾ സ്വാഭാവികമായിട്ട് വരാം. ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകേണ്ടത് എന്നല്ലേ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞത്. അങ്ങനെ നമ്മൾ വായിക്കുന്നത്. അത് ഈ ഭിന്നതകൾ വരുന്നത് സഭയെ തകർക്കാനോ ഭിന്നിപ്പിക്കാനോ പുതിയ സഭ ആരംഭിക്കാനോ ഒന്നുമല്ല. ഓരോ വിശ്വാസിക്കും തൻ്റെ ആത്മീക നിലവാരം പ്രകടിപ്പിക്കാനുള്ളൊരവസരമാണ് നമ്മുടെ സഭയിൽ ഭിന്നതകളെ ദൈവം അനുവദിക്കുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. എൻ്റെ ആത്മീക വളർച്ച എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇങ്ങനെയുള്ളൊരു അഭിപ്രായ വ്യത്യാസം വരുമ്പോഴാണ് അത് പ്രകടമാകുന്നത്. ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ഞാൻ എത്രത്തോളം ആത്മീകമായി വളർന്നിട്ടുണ്ട്. 1 കൊരിന്ത്യർ 11:19 വായിക്കുന്നത്, നിങ്ങളിൽ കൊള്ളാവുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകേണ്ടത് തന്നെ, നിങ്ങളിൽ യോഗ്യരെ തിരിച്ചറിയാൻ ഭിന്നിപ്പുകൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് മറ്റൊരു പരിഭാഷ പറയുന്നു. നിങ്ങളിൽ വിശ്വസ്തർ ആരാണെന്ന് ഇത് തെളിയിക്കുമല്ലോ എന്ന് മറ്റൊരു പരിഭാഷയിൽ പറയുന്നു. അപ്പോൾ ഓരോ വിശ്വാസിയുടെയും ആത്മീക നിലവാരം എത്രയുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ഒരു സമയമാണ് അഭിപ്രായ ഭിന്നതകൾ വരുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. നാം ആരും സഭയിൽ ഭിന്നതയ്ക്ക് കാരണക്കാരായിട്ട് മാറരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഭിന്നതയുടെ പ്രവണതയുള്ള ആളുകളായിട്ട് മാറരുത്, മറിച്ച് ഒരഭിപ്രായ വ്യത്യാസം വന്നാൽ അത് പരിഹരിച്ച് രമ്യതപ്പെടുത്തുന്ന, ഐക്യപ്പെടുത്തുന്ന, സമാധാനത്തിൽ കൊണ്ടുപോകുന്ന ആളുകളായിട്ടാണ് നമ്മൾ മാറേണ്ടത്. വിശ്വാസികളെ അതിനെ നിർത്തിയിരിക്കുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ദൈവമക്കളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരല്ല, ഭിന്നതകൾ സൃഷ്ടിക്കുന്നവരായിരിക്കുന്ന ആളുകളല്ല. ആദ്യ നൂറ്റാണ്ടിൽ സഭയിൽ ഭിന്നത വരുത്തുന്നതായിരിക്കുന്ന മനുഷ്യനെ 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം ഒഴിക്കുക എന്നാണ്. കാരണം അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കും. ഭിന്നതയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ തന്നെ അതിന് പുറകിൽ ശക്തരായിരിക്കുന്ന ചില ആളുകളുടെ കൈയുണ്ടെന്ന് എപ്പോഴും നമുക്ക് കാണാം. ചില വ്യക്തികളാണ് ഈ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാക്കുന്നത്. മരുഭൂമിയിൽ ഇസ്രായേലിൻ്റെ നടുവിൽ ഭയങ്കരമായ ഭിന്നതയുടെ വിത്തുപാകിയതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് കോരഹൻ. നമുക്കറിയാം, ദാദാൻ, അബീരാം എന്നീ സംഘപ്രമാണിമാരെയും സംഘസദസ്യന്മാരെയും ഒക്കെ മറ്റ് 250 പേരെ പുരുഷന്മാരെയൊക്കെ കൂട്ടി മോശയോട് മത്സരിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് കോരഹൻ എന്നറിയാം. കോരഹൻ്റെ ഒരൊറ്റ വ്യക്തിയാണ് അതിന് പുറകിൽ പ്രവർത്തിച്ചതായിരിക്കുന്ന ശക്തി. സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, കോരഹും അവൻ്റെ കൂട്ടരുമായുള്ളവരെ എന്നാണ് പറഞ്ഞത് അല്ലേ. ആ നേതാവ് എന്ത് ചെയ്തു? സഭയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. ആർക്കെതിരെ? മോശയ്ക്കെതിരെ, നേതൃത്വത്തിനെതിരെ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു. നിങ്ങൾ മാത്രമല്ല വിശുദ്ധന്മാർ, നിങ്ങൾക്ക് മാത്രമല്ല അഭിപ്രായം പറയാൻ അറിയാവുന്നവർ, നിങ്ങൾ മാത്രം എടുക്കുന്ന തീരുമാനം അല്ല ശരി, നിങ്ങളുടെ തീരുമാനങ്ങൾ പലതും തെറ്റാണ്. ഈ നിലയിൽ വലിയ കോലാഹലം ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. യൂദയുടെ ലേഖനത്തിൽ വായിക്കുന്നത് കോരഹിൻ്റെ മത്സരം എന്നാണ്. ആ വ്യക്തിയുടെ പേരെടുത്താണ് പറയുന്നത്. അതുപോലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ളതായിരിക്കുന്ന ഭിന്നതകൾ സഭയിലുണ്ടാക്കുന്നു. അനേകരുടെ സ്വാധീനത്തിൽപ്പെട്ട് പല ആളുകളും അതോട് ചേർന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണ് സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനെ 1-2 വട്ടം ബുദ്ധി അറിഞ്ഞ ശേഷം ഒഴിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രകൃതം ചില ആളുകളിൽ സംബന്ധിച്ച് അറിയാതെ തന്നെ സംഭവിക്കുന്നതാണ്. നമുക്കും ചിലപ്പോൾ അത് വരാം, ആർക്കും വരാം. നമ്മൾ പറഞ്ഞ് എന്ത് ചെയ്യും? ആളുകളെ നമ്മുടെ പക്ഷം ചേർക്കാനും കൂടെ നിർത്താനും ഒക്കെ ഉള്ളതായിരിക്കുന്ന പ്രവണതകൾ വരാം. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അതാണ് ആവശ്യമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഞാനെല്ലാം ഒന്നും പറയുന്നില്ല. അബ്ശാലോം വേറൊരു വ്യക്തിയാണ്. അബ്ശാലോമിൻ്റെ ആളത്വവും ചുംബനവും തന്ത്രവും ഒക്കെയാണ് ജനത്തെ വശീകരിക്കാനായിട്ട് കാരണമായി തീർന്നത്. ദാവീദിന് അത് എന്തുമാത്രം പ്രയാസം ഉണ്ടാക്കി നമുക്കറിയാം. എന്ത് മാനസിക സംഘർഷം ഉണ്ടാക്കി. ബെന്യാമീനായിരിക്കുന്ന ബിക്രിയുടെ മകനായിരിക്കുന്ന ശേബ കാഹളമൂതി ഇസ്രായേലൊക്കെയും ദാവീദിനെ വിട്ട് പിന്മാറി ശേബയുടെ പക്ഷം ചേർന്നു. ശേബ ഉയർത്തിയ ഭീഷണി ദാവീദിനെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തി. ഗിദെയോന്റെ വെപ്പാട്ടിയുടെ മകൻ അബീമേലെക്ക് ശെക്കേം പൗരന്മാരെ സ്വാധീനിച്ച് അവർക്ക് ന്യായാധിപനായി. അത് വലിയ ഭിന്നതയിലേക്കും ജനത്തിൻ്റെ നിരാശയിലേക്കും അത് നയിച്ചു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ബുദ്ധിപദേശം പഠിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാം. പുതിയ നിയമത്തിലും അങ്ങനെ ഉപദേശപരമായിട്ടും പ്രായോഗിക തലത്തിലും ഭിന്നത ഉണ്ടാക്കിയിട്ടുള്ള ആളുകളെ പുതിയ നിയമത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭിന്നത സഭയിൽ വരുത്തുന്നവരായിരിക്കുന്ന ആളുകൾ, പ്രിയമുള്ളവരെ, ഇടർച്ചകൾ വരാതിരിക്കുന്നത് സാധ്യമാണ്. അത് വരുത്തുന്ന ആളുകൾ
വളരെ സൂക്ഷിക്കണം. ഞാൻ മുഖാന്തരമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെന്ന് പറയാൻ ഇടയാകരുത്. നമ്മൾ വാദിയും പ്രതിയൊന്നും ആകേണ്ട കാര്യമില്ല. നമ്മൾ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന മധ്യസ്ഥന്മാരായി നിൽക്കേണ്ടവരായിരിക്കുന്ന ആളുകളാണ്. ഞാൻ ഇതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള 1-2 കാര്യവും കൂടെ ഞാനൊന്ന് പറയാം. ഇപ്പം ഏത് പ്രശ്നമാണെങ്കിലും ഞാൻ വിചാരിക്കുന്നു, പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് പ്രശ്നക്കാർ തമ്മിൽ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം. പരിഹരിച്ച് ഐക്യത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമമാണ് ആദ്യത്തെ പടി. ഏത് പ്രശ്നമാകട്ടെ, 2 വ്യക്തികൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാൽ അവർ തമ്മിൽ അതെന്ത് ചെയ്യണം, പറഞ്ഞ് സോൾവ് ചെയ്ത് അത് കൂടുതൽ വിപുലമാകാതെ അതെന്ത് ചെയ്യണം, പരിഹരിക്കാനായിട്ടുള്ള ശ്രമം വേണം. 2 വിശ്വാസികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് സാധിക്കേണ്ടതാണ്. കാരണം അവരെ ആക്കി വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. ഒരു പ്രശ്നം വന്നു, ചിലർ പറയും എന്താണ്, ഇപ്പോൾ ഒരു സഹോദരന് എന്നോട് വളരെ മോശമായി പെരുമാറി, ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിരിക്കുകയാണ്. അങ്ങനെ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ളൊരു വാശി, പ്രശ്നം തീർക്കണമെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വരട്ടെ. പ്രശ്നം ഉണ്ടാക്കിയ ആളും ചിന്തിക്കുന്നത് എന്നാണ്, മറ്റേ ആൾ ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രശ്നം ഉണ്ടാക്കിയ ആളും പ്രശ്നം അനുഭവിച്ച ആൾക്കും മുൻകൈ എടുക്കാം. ദൈവത്തിൻ്റെ വചനം അത് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നു, മനുഷ്യൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തിയതാരാ? ദൈവം തമ്പുരാനാ, അല്ലേ? ദൈവം വല്ല പ്രശ്നം ഉണ്ടാക്കിയ ആളാണോ? അല്ല. പ്രശ്നക്കാരുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് മുൻകൈ എടുത്തത് പ്രശ്നം മുഴുവൻ അനുഭവിച്ച, കുറ്റം അനുഭവിച്ച, പ്രയാസം മുഴുവൻ അനുഭവിച്ച വ്യക്തിയാണ് മുൻകൈ എടുത്തത്. അതാണ് നമ്മുടെ മാതൃക. നമുക്കത് ചെയ്യാം. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആരാണോ കുറ്റം ചെയ്തത് ആ വ്യക്തിക്ക് മുൻകൈ എടുക്കാം. ഇനി ആ വ്യക്തിക്ക് മുൻകൈ എടുക്കാം, ബുദ്ധിമുട്ടാണെങ്കിൽ കുറ്റം അനുഭവിച്ച വ്യക്തിക്കും എന്ത് ചെയ്യാം, മുൻകൈ എടുക്കാം. പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ മുന്നോട്ട്. ഞാൻ മുഖാന്തര സഹോദരന്മാരെ, ഈ സഭയിൽ യാതൊരു ദോഷവും ഉണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊരു മുൻധാരണ. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഈ സഭയ്ക്ക് ഒരു ദോഷവും ഞാൻ വരുത്തുകയില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഒത്തിരി ആളുകളുണ്ട്, നല്ല വിശ്വാസികൾ, 10-40 വർഷമായിട്ടുള്ള വിശ്വാസികളുണ്ട്. അവരിന്നയോളം സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന വിശ്വാസികളാണ്. അവർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ടല്ല. ക്ലേശങ്ങളും സങ്കടങ്ങളും വരാത്തതുകൊണ്ടല്ല, പ്രതിസന്ധികൾ വരാത്തതുകൊണ്ടല്ല. അവർ മുഖാന്തരം സഭയിൽ ഒരു പ്രശ്നവും കൈകാര്യം ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അവർ അതിനെല്ലാം കർത്താവിൽ ആശ്രയിച്ച് സഹിക്കുകയോ ക്ഷമിക്കുകയോ വിട്ടുവീഴ്ച ചെയ്യുകയോ ആ പ്രശ്നങ്ങളെ അവർ നല്ല നിലയിൽ ഡീൽ ചെയ്തുകൊണ്ട് സഭയുടെ നേതൃത്വത്തിന് പോലും അത് കൈകാര്യം ചെയ്യേണ്ട ഒരു ആവശ്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അങ്ങനെയുള്ള നല്ല ആളുകൾ വിശ്വാസികളുണ്ട്. ചില ആളുകൾ അങ്ങനെയല്ല, തലവേദനയാണ്, എന്നും എന്താണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങളുള്ളവർ അവർ തമ്മിൽ എന്ത് ചെയ്യുക, പ്രശ്നം പരിഹരിക്കുക. അവിടെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ബൈബിളിൽ പറയുന്നത് മധ്യസ്ഥന്മാരുടെ സഹായം തേടുക. അത് കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്, മത്തായി സുവിശേഷത്തിലുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തരായിരിക്കുന്ന ആരുമില്ലയോ എന്നാ ചോദിക്കുന്നത്, അല്ലേ? ആരുമില്ലയോ? മധ്യസ്ഥന്മാരെ വിളിക്കുമ്പോൾ ആരെങ്കിലും അല്ല വിളിക്കേണ്ടത്, ആ പ്രശ്നത്തെക്കുറിച്ച് അറിവുള്ള ആളുകളെ വിളിക്കുക. ഇപ്പോൾ വലിയൊരു സാമ്പത്തിക കണക്ക് സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ് സഭയിൽ വന്നെന്നിരിക്കട്ടെ, 2 വ്യക്തികൾ തമ്മിൽ കണക്ക് കൂട്ടാനും കണക്കിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാളെ മധ്യസ്ഥനായിട്ട് വിളിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. ആ കണക്ക് നന്നായിട്ട് കൂട്ടി അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരാളാണെന്ന് ബോധ്യമുള്ള ആൾ. കുടുംബ പ്രശ്നമാണെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ എന്താണ് പരിഹരിച്ചും ആ മേഖലയിൽ പരിചയവും ഉള്ളതായിരിക്കുന്ന വ്യക്തികളെയാണ് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിളിക്കേണ്ടത്. അവർ മുഖാന്തരം ആ പ്രശ്നം പരിഹരിക്കുക. മധ്യസ്ഥന്മാർ, ഒരു കാര്യം ഞാൻ പറയാം, മധ്യസ്ഥന്മാരെ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് വിളിച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. കാരണം നിങ്ങൾക്ക് തമ്മിൽ പരിഹരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ മധ്യസ്ഥന്മാർ വന്നത്. അവർ വന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലുമൊക്കെ പക്ഷത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ പറയും, നഷ്ടം സഹിക്കാൻ പറയും, പോട്ടേന്ന് വെക്കാൻ പറയും, കുറച്ച് ക്ഷമിക്ക് സഹോദര സഹോദരി എന്ന് പറയും. അവർ പറയുന്നത് കേൾക്കണം. അതൊരു പക്ഷേ നിൻ്റെ മനസ്സിലിരിക്കുന്ന, എൻ്റെ മനസ്സിലിരിക്കുന്ന ആഗ്രഹം പോലെ ആയിരിക്കുകയല്ല അവർ പറയുന്നത്. പക്ഷെ ഫലത്തിൽ എന്താ സംഭവിക്കുന്നറിയോ, മധ്യസ്ഥം പറയാൻ പോയ ആളുകൾ ചിലപ്പോൾ കുറ്റക്കാരായിട്ട് എന്ത് ചെയ്യും, മാറും. പിന്നെ ഇവൻ പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം ഒരായി. ചില സ്ഥലത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, 2 പേരുടെ പ്രശ്നം തീർക്കാൻ പോയി, അവർ 2 പേരും ഒന്നായി, മധ്യസ്ഥൻ ഭയങ്കര കുറ്റക്കാരനുമായി. ഹെരോദേസും പീലാത്തോസും കൂടെ ഒത്തു എന്ന് പറഞ്ഞ പോലെ കർത്താവിനെ കിട്ടിയപ്പോൾ പഴയ വൈര്യമൊക്കെ മറന്നിട്ട് എന്ത് ചെയ്തു, ഇവരെ നേരെയായി, അവനായി അതിനകത്ത് കുറ്റക്കാരൻ, പ്രശ്നക്കാരൻ. പിന്നെന്താ, സഭയുടെ നേതൃത്വത്തിനെതിരെ നടപടി എടുക്കണോ വേണ്ടോ എന്നുള്ളതായി. ഇത് വലിയൊരു കോലാഹലമായി.
ഈ മധ്യസ്ഥന്മാരെ നമ്മൾ വിളിക്കുമ്പോൾ അവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ നന്ദി, ഇത്രയും നിങ്ങൾ ബുദ്ധിമുട്ടിയല്ലോ, ഞങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചല്ലോ, ഞങ്ങൾ വേറെ ആരെങ്കിലും എന്ത് ചെയ്യാം, സമീപിക്കുന്നതിന് കുഴപ്പമുണ്ടോ, ഞങ്ങളങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിച്ചോട്ടെ, ചോദിക്കണ്ടേ? അതല്ലേ ചെയ്യണ്ടേ? കാരണം ഇവരുടെ സമയവും ഇവരുടെ അധ്വാനവും ഇവരുടെ ഇതെല്ലാം മുടക്കിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഒരു ദേവദാസൻ പല രാത്രിയിൽ ചെന്നിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. കഷ്ടപ്പെട്ട് അവിടെ ചെല്ലുന്നത്. ഇതൊന്നും നോക്കൂല. അവരുടെ പ്രശ്നം അവരുടെ മനസ്സിലിരിക്കുന്ന പോലെ സംസാരിക്കണമെന്ന് വെച്ചാൽ അത് ശരിയാവില്ല. അങ്ങനെയല്ല. അപ്പം മധ്യസ്ഥന്മാരെ വെറുതെ കുറ്റപ്പെടുത്തരുത്, അവരെ ഇതിനകത്തേക്ക് വലിച്ചിഴക്കരുത്. യോഗ്യരായിരിക്കുന്ന ആളുകൾ നമ്മൾ വിളിക്കുക, കഴിവുള്ളവരെ വിളിക്കുക. പറ്റുകയില്ലെങ്കിൽ നമുക്ക് അവരെ മാറ്റാമല്ലോ. വേറെ കഴിവുള്ളതായിരിക്കുന്ന സഹോദരന്മാരെ വിളിക്കണം. മൂപ്പന്മാരില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ മിഷണറിമാരോട് പറയാം. വേലക്കാരുണ്ടെങ്കിൽ ഒരുപക്ഷെ മിഷണറിമാർ വേറെ ആരെങ്കിലും അയക്കുമായിരിക്കും. ചിലപ്പോൾ അവർ തന്നെ വരുമായിരിക്കും. അല്ലെങ്കിൽ അവിടെ വേലക്കാരുണ്ടെങ്കിൽ അവരോട് പറയാമായിരിക്കും. നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ഒരുപാട് വഴികളുണ്ടെന്നേ. ഈ വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, നല്ല നിലയിൽ പരിഹരിക്കാനുള്ള വഴികളുണ്ട്. ആ വഴികൾ നമ്മൾ കണ്ടെത്തി ആ പ്രശ്നങ്ങൾ നന്നായി സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള എല്ലാ സാധ്യതയും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ മധ്യസ്ഥന്മാർ മുഖാന്തരം പ്രശ്നം പരിഹരിക്കണം. അതാണ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞത് 2-3 സാക്ഷികളെന്നാണ് പറഞ്ഞത്. 2-3 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ എന്താ ഗുണം? അവിടെ കൊണ്ട് ആ പ്രശ്നം തീരും. ഒത്തിരി ആളുകൾ അറിയാതിരിക്കും. രണ്ടുപേര് തമ്മിൽ ഉള്ള പ്രശ്നം അവിടെ കൊണ്ട് തീർന്നാൽ പിന്നെ മധ്യസ്ഥന്മാരും അറിയേല, സാക്ഷികളാരും അറിയേല. അവിടെ കൊണ്ട് ആ പ്രശ്നം തീരും. മാത്രമല്ല അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ആരോഗ്യകരമായി തീരും. ഇനിയൊരു പ്രശ്നം വന്നാലും അവർക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ള പ്രാഗൽഭ്യം അവർക്കുണ്ടാവും. എന്നാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ പ്രശ്നം കുറച്ചുകൂടെ വിശാലമാകും, ആളുകൾ കൂടുതൽ അറിയും. ഇതൊക്കെയാണ് സംഭവം. അത് അറിയാതിരിക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പും പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, സഭയോട് പറയുക എന്നുള്ളതാണ്. സഭയുടെ ഉത്തരവാദിത്തത്തിലാണ്. സഭ ഈ വിഷയം കൈകാര്യം ചെയ്യണം. അവരെ വിളിക്കണം, ചർച്ച ചെയ്യണം, കാര്യങ്ങൾ അറിയണം. ഒരുപക്ഷെ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ആ വിഷയങ്ങൾ ഏൽപ്പിച്ച് അത് പരിഹരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം. പൊതുസഭയിലേക്ക് കൊണ്ടുവരികയും സഭ ആ വിഷയത്തിൽ വയ്ക്കുന്നതായ നിലപാടുകൾ, ഈ പ്രശ്ന പരിഹാരത്തിനായി വയ്ക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം. അതൊരു പക്ഷേ നഷ്ടം വരുന്ന കേസൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നത്, ബുദ്ധിമുട്ടുള്ളതൊക്കെ ആയിരിക്കും, വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിരിക്കും. അതൊക്കെ ആയിരിക്കും. സഭ ആ വിഷയം എന്ത് ചെയ്യണം? കൈകാര്യം ചെയ്യണം. വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന പ്രശ്നം ആത്യന്തികമായി കൈകാര്യം ചെയ്യാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വവും അധികാരവും ദൈവം വെച്ചിരിക്കുന്നത് സഭയ്ക്കാണ്. സഭയ്ക്ക് പുറത്ത് ചില വിഷയങ്ങളുണ്ട്. അത് വല്ല ക്രിമിനൽ കേസുകളോ അങ്ങനെയുള്ളതായിരിക്കുന്ന കേസുകളൊക്കെ വന്നാൽ നിയമാനുസൃതം കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിൽ രാജ്യത്തിൻ്റെ കോടതിക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാളെ യാദൃശ്യമായി അടിച്ചു, ആളങ്ങ് മരിച്ചു, അങ്ങനെ സംഭവിച്ചു പോയി, അത് സഭയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. സഭയ്ക്ക് കൈകാര്യം ചെയ്യുന്നതിൽ ചില വിഷയങ്ങളിൽ പരിമിതിയുണ്ട്. പക്ഷെ സഭയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന എല്ലാ മേഖലകളിലുള്ള പ്രശ്നങ്ങളും സഭ എന്ത് ചെയ്യണം? കൈകാര്യം ചെയ്യണം. സഭയാണ് അവസാനത്തെ കോടതി. സഭ പറയുന്നതിന് കീഴ്പ്പെടണം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സഭയെടുത്തൊരു നിലപാടിന് ഞാൻ വിധേയപ്പെടുന്നു എന്ന് പറയണം. ഞാൻ സഭയെ ഒരിക്കലും എതിർക്കില്ല, മത്സരിക്കില്ല. സഭയോട് ഞാൻ ഒരുപക്ഷെ എൻ്റെ പ്രശ്നം വേണ്ടതുപോലെ സഭ മനസ്സിലാക്കിയിട്ടില്ലായിരിക്കും. അത് പിന്നെ നമുക്ക് ദൈവസന്നിധി വയ്ക്കാം. സഭയ്ക്കത് ബോധ്യപ്പെട്ടോളും. കുറച്ച് കഴിയുമ്പോൾ സഭയെടുത്ത നിലപാട് ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ സഭയ്ക്കത് ബോധ്യപ്പെടും. സഭ നിലപാടെടുക്കുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിട്ടുണ്ട്, 2-3 പേർ ഐക്യമത്യത്തിൽ ചോദിക്കുന്ന ഏതൊരു കാര്യവും സ്വർഗസ്ഥനായ പിതാവ് എന്ത് ചെയ്യും? നിറവേറ്റിത്തരും. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സഭ ഈ വിഷയത്തെ ദൈവസന്നിധിയിൽ വയ്ക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രശ്നപരിഹാരത്തിനായി ദൈവത്തിൽ ആശ്രയിക്കുകയും അതുപോലെ തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതെല്ലാം ചർച്ച ചെയ്ത് അത് ഉറപ്പാണെന്ന് വരുത്തിയാണ് സഭ അവസാനം ഒരു നിലപാടെടുക്കുന്നത്. സഭയുടെ ബെഞ്ചിൽ അത് വരുമ്പോൾ ആ പ്രശ്നം പരിഹരിച്ചാൽ അവിടെ കൊണ്ട് തീരും. പരിഹരിക്കുന്നില്ലെങ്കിൽ അതീവ ഗൗരവതരമായിരിക്കുന്ന ഒരു നിലപാടിലേക്കാണ് പിന്നെ സഭയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ആ വ്യക്തിയെ സഭയിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്താക്കണം എന്നാണ്. എന്തിനാ ഈ ക്രമീകരണമൊക്കെ വെച്ചെന്നറിയാവോ? ഒരു പ്രശ്നം അവിടെ ഇരുന്ന് ജീർണിക്കാൻ അനുവദിക്കരുത്. 2 വ്യക്തികൾ തമ്മിലുണ്ടായ ഏതോ ഒരു ചെറിയ പ്രശ്നമാണ്. ആ പ്രശ്നം എവിടെ വന്നു? അവസാനം സഭയുടെ ബെഞ്ചിൽ വന്നു. ആ വ്യക്തിയെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ട തരത്തിലേക്ക് എന്ത് ചെയ്തു? കാര്യങ്ങൾ അതീവ ഗൗരവമായിട്ട് തീർന്നു എന്നുള്ളതാണ്. അവിടേക്ക് വരാനായിട്ട് പാടില്ല. അതിനു മുമ്പേ ആ പ്രശ്നം പരിഹരിക്കണം. പരമാവധി ഈ വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തുക, കുറ്റക്കാരനെ കുറ്റം ബോധ്യപ്പെടുത്തുക, മാനസാന്തരപ്പെടണമെന്ന് പറയുക, ഇത്ര സമയത്തിനുള്ളിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന് സഭ പറയുക. അതെല്ലാം പറഞ്ഞിട്ടും ആ നിർദ്ദേശങ്ങളെ ഉൾക്കൊള്ളാതെ പോയാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സഭയെ കൂട്ടാക്കാത്തവൻ ചുങ്കക്കാരനെ പോലെയും പുറജാതിക്കാരനെ പോലെയും. ഒരു യഹൂദനെ കാഴ്ചപ്പാടാണ് കർത്താവ് പറയുന്നത്. ഒരു യഹൂദനെ സംബന്ധിച്ച് ചുങ്കക്കാരും പുറജാതിക്കാരും അവരുടെ ആത്മീകമായ കൂട്ടായ്മയിൽ അവർക്ക് പങ്കാളിത്തമില്ല. ഈ വ്യക്തിയെ സഭയിൽ നിന്ന് എന്ത് ചെയ്യണം?
മാറ്റി നിർത്തണം. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് കൃത്യമായി സഭ നിലപാടുകൾ എടുക്കണം. ഇല്ലെങ്കിൽ ഏതൊരു ചെറിയ പ്രശ്നവും വഷളായി ആ സഭയെ മുഴുവൻ എന്തെയും നശിപ്പിക്കും. പിന്നെ പ്രശ്നം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും. പുറത്താക്കുന്നതിനോട് എല്ലാവരും ഒന്നും യോജിച്ചോണമെന്നില്ല. ചില വിഷയങ്ങളിൽ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ പുറത്താക്കാൻ നേരത്തും കൊരിന്ത്യർ ലേഖനത്തിൽ 2-ാമത്തെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു ഇവനെക്കുറിച്ചാണെങ്കിൽ ഭൂരിപക്ഷത്താൽ ഉണ്ടായ ശിക്ഷ മതി എന്നാണ് പറയുന്നതല്ലേ. അവിടെ ഒരു ന്യൂനപക്ഷം ഇവൻ്റെ കൂടെ ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാലും ഭൂരിപക്ഷത്താൽ എന്ത് ചെയ്തു? ചില നടപടികൾ എടുത്തു. അപ്പോൾ ഈ വിഷയം അതിൻ്റെ ക്രമീകൃതമായ നിലയിൽ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട സഹോദരിമാർ ഇടപെട്ട് ആ പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം? പരിഹരിക്കാൻ ശ്രമം നടത്തണം. അത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കരുത്. ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അത് വളർന്ന് വലുതായി സഭയെ മൊത്തം പിടിച്ചു കുലുക്കി ഒരുപാട് ആളുകളെ ഈ പ്രശ്നത്തിൽ പങ്കാളികളാക്കി തീർക്കാനുള്ളതായിരിക്കുന്ന സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി നമ്മൾ കാണാനുള്ള ഒരു കണ്ണാണ് യഥാർത്ഥത്തിൽ സഭയുടെ നേതൃത്വത്തിന് വേണ്ടത്. എന്താണ് ഇവിടെ നടക്കുന്നത്, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അത് കൃത്യമായിട്ട് അറിയണം. അതാണ് ആവശ്യമായിരിക്കുന്നൊരു കാര്യം. സഭയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ എന്ത് ചെയ്യും? കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഒരു തദ്ദേശീയ സഭ വചനത്തോടുള്ള പൂർണ്ണ വിധേയത്വത്തിലെടുക്കുന്ന നിലപാടുകൾ സ്വർഗം മാനിക്കും. സഭയ്ക്ക് പുറത്താക്കൽ എന്ന് പറയുന്നത് കെട്ടലും, അകത്തേക്ക് സ്വീകരിക്കലെന്ന് പറയുന്നത് അഴിക്കലുമാണ്. അത് സഭ എടുക്കുന്ന നിലപാടാണ്. അത് സ്വർഗം മാനിക്കും. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ സഭയ്ക്ക് വലിയൊരു ഉത്തരവാദിത്വവും അധികാരവും ഏതൊരു പ്രശ്നപരിഹാരത്തിനും ദൈവം വെച്ചിട്ടുണ്ട്. വിശ്വാസികൾക്ക് വേണ്ടി അത് വെച്ചിട്ടുണ്ട്. ഞാനിത് കുറച്ച് ഓടിച്ചൊക്കെയാണ് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതൊരു വലിയ വിഷയം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ അത് വന്നിട്ടുണ്ട് എന്നെനിക്കറിയില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സഭകളിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മളൊരു പ്രശ്നക്കാരനായിട്ട് മാറരുത്. വാദിയും പ്രതിയുമാകാതെ പ്രശ്നം പരിഹരിക്കുന്ന ആളുകളായിട്ട് എന്തെങ്കിലും നല്ല ആലോചനകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ രമ്യതപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് നമ്മൾ വരണം. അതായിരിക്കണം നമ്മുടെ റോള്. അങ്ങനെ വന്നാൽ തന്നെ ഞാൻ വിചാരിക്കുന്നു നമ്മളും മാറും. ഈ കേൾക്കുന്ന ആളുകളും എന്തു ചെയ്യും? വ്യത്യാസപ്പെടാനായിട്ട് ഇടയായിട്ട് തീരും. നമ്മൾ മുഖാന്തരം ആ നിലയിലൊരു പ്രശ്നം വരാതെ നമുക്ക് പരമാവധി സൂക്ഷിക്കാം. നമ്മുടെ സഭകൾ ഐക്യത്തിൽ പോകണം, ആ നല്ല ബന്ധത്തിൽ പോകണം, നല്ല കൂട്ടായ്മയിൽ പോകണം. ഇനി അഥവാ ഒരു പ്രശ്നം വന്നാൽ അതിനകത്ത് ഇടപെടുന്ന സഹോദരന്മാർ നീതിയായിട്ടും ന്യായമായിട്ടും ആ വിഷയത്തിൽ ഇടപെടുകയും മുഖം നോക്കാതെ ചില നിലപാടുകൾ എടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. തൽക്കാലത്തേക്ക് നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ ഇതൊക്കെ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നും തീരുമാനം എടുക്കാൻ പറ്റില്ല. മുഖത്ത് നോക്കി നമ്മൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ പ്രശ്നത്തിനൊരു തീരുമാനം നീതിയോടും ന്യായത്തോടും കൂടി എടുക്കണമെങ്കിൽ മുഖം നോക്കാതെ, സ്നേഹിത, ഇതിനകത്ത് അടിസ്ഥാന പ്രശ്നം ഇതാണ്, സഹോദരൻ ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന സ്വഭാവമുണ്ട്, ഇന്ന രീതിയിലാണ് സഹോദരൻ പ്രതികരിക്കുന്നത്, വ്യത്യാസപ്പെടുത്തണം, മാറ്റണം, ഇത് പറയാനുള്ളതായിട്ടുള്ള ധൈര്യം കാണിക്കണം. സഭ ഒരു നല്ല നിലപാട് എടുക്കേണ്ട സമയത്തെടുത്താൽ ഇതിങ്ങനെ വളർന്ന് പന്തലിച്ച് വലുതാകുകയില്ല. അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ എന്ത് ചെയ്യും? പുളിപ്പിക്കും. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭകളിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്നവരാണ്. അതിനെയൊക്കെ ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് നേരിടാനും വിജയിക്കാനും മുന്നോട്ട് പോകാനും, പ്രിയമുള്ളവരെ, നമുക്ക് ഒത്തിരി സാധ്യതകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഫലപ്രദമായി പ്രശ്നത്തെ ശരിയായ നിലയിൽ അഭിമുഖീകരിച്ച് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട്, സഭാജീവിതം നയിക്കാൻ നമുക്ക് ഒരുങ്ങാം. സാത്താൻ നമ്മുടെ സഭയെ തകർക്കാൻ ഇടയാകരുത് എന്നുള്ള ആ ഒരു മുൻവിധിയിൽ, മുൻധാരണയിൽ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. വലിയവനായിരിക്കുന്ന ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് എന്നും മഹത്വം ഉണ്ടാകട്ടെ.